ആളുകൾ അവരുടെ സ്വകാര്യതയിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? ഹാം പ്രിൻസിപ്പിളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിയാണ്, ആളുകൾ അവരുടെ സ്വകാര്യതയിൽ ചെയ്യുന്നത് അവിടെ നിൽക്കേണ്ട ഒരു കാര്യമാണ്. അതെന്തിനാണ് പൊതുസമൂഹത്തിലേക്ക് കൊടിയും പിടിച്ചിറക്കുന്ന ഐഡന്റിറ്റിയായി ആരാണ് മാറ്റിയത്? എനിക്ക് അറിയോ ഒരു പെണ്ണിന്റെ ഫീലിംഗ് എങ്ങനെയായിരിക്കുന്നത്? ഒരു പെണ്ണായി ജീവിക്കുക എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് എന്നുള്ളത് എനിക്ക് അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്താണത് സംഭവം എന്ന് പോലും അറിയില്ല. പിന്നെ എങ്ങനെ ഞാൻ പറയും എൻ്റെ ഫീലിംഗ് പെണ്ണിൻ്റെതാണ് എന്ന് പറയുന്നത്? ഇത് SRS ഉണ്ടല്ലോ, എത്ര സിമ്പിളായിട്ടാണ് ഇവർ പറയുന്നത്. കാരണം SRSൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ എനിക്ക് പെണ്ണാവണമെങ്കിൽ എൻ്റെ പെനിസും ടെസ്റ്റിസും ഒക്കെ മുറിച്ചു മാറ്റും, അവിടെ സ്ത്രീയുടേതുപോലെയുള്ള ഒരു ലൈംഗികാവയവം തുന്നിക്കെട്ടും. അപ്പോൾ ഞാൻ ആണാണെങ്കിൽ എൻ്റെ കയ്യിലും അതുപോലെ തന്നെ തലയിലും മുടിയിലും എല്ലാം ഉള്ള സെല്ലുകളിൽ എന്തുണ്ട്? XY എന്ന് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ട്രില്യൺസ് ഓഫ് സെൽസിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ആണ് എന്നുള്ളത്. അതിൽ കേവലം 2 അവയവം മുറിച്ചു മാറ്റി അവിടെ മറ്റൊന്നുപോലെ പിന്നെ അവിടെ ഫിക്സ് ചെയ്താൽ എണ്ണാക്കി വളർത്തി പിന്നെ അവസാനം അയാൾ ആണാവുകയും ചെയ്തു. എന്നിട്ട് ഈ പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു സംഭവം, ആ എൻഡ് റിസൾട്ടോ ഒന്നും പറയാതെ ജോൺ മണി അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ സയൻസ് പറച്ചലിൻ്റെ ഒരു ആദ്യം 3 എണ്ണമായിരുന്നു, പിന്നെ അത് ഇങ്ങനെ കൂടി 60 ഒക്കെ ആയി. ഇപ്പോൾ ഞാൻ അവസാനത്തെ കണക്ക് ഏകദേശം 148 150 സംതിങ്ങോ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അത്രയും ജെൻഡറുകൾ ഉണ്ട് എന്നുള്ളത്. ആദ്യത്തെ 3 എണ്ണം സെക്ഷുവാലിറ്റിയാണ്, 4ാമത്തത് ഐഡന്റിറ്റിയാണ്, ട്രാൻസ്ജെൻഡറിസം എന്ന് പറഞ്ഞ ഐഡന്റിറ്റിയാണ്. അസെക്ഷൽ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, സെക്ഷൽ ഓറിയന്റേഷൻ തന്നെ ആരോടും തോന്നാത്ത രൂപത്തിലുള്ള ആളുകളാണ്. അതേപോലെ ഇന്റർസെക്സ് ആണെങ്കിൽ ബയോളജിക്കൽ കണ്ടീഷനാണ്. ഇങ്ങനെ പലതാണ്. ഒരാളുടെ ഗർഭപാത്രത്തിൽ തന്നെ നിശ്ചയിക്കപ്പെടുന്ന ഒന്നാണ് ജെൻഡർ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ 2ാമത്തെ അതേ കാര്യം എന്താണ് നിശ്ചയിക്കപ്പെടുന്നതെന്ന് ചോദിക്കുമ്പം 2ാമത്തെ മറുപടി എന്താ വെച്ചാൽ അതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റാണ്, അതായത് സാമൂഹ്യ നിർമ്മിതം. അപ്പോൾ ഞാൻ അവിടെയാണ് 2ാമത് ചോദിക്കുന്നത്, ഗർഭപാത്രത്തിൽ തന്നെ നിശ്ചയിക്കപ്പെടുന്നതാണെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആവില്ലല്ലോ. കൺസ്ട്രക്റ്റ് ആണെങ്കിൽ ശാസ്ത്രം എന്ത് തന്നെ പറഞ്ഞാലും ഞങ്ങളുടെ തോന്നലുകൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടേ പോകുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് അവിടെ ഫാക്ട്സ് നേരത്തെ പറഞ്ഞ ഫീലിംഗ്സ് ഓവർ ഫാക്ട്സ്, അതായത് ഫാക്ട്സ് അവിടെ ഉണ്ട്, പക്ഷെ അതൊന്നും യാഥാർത്ഥ്യം എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് തോന്നുന്നതാണ്. അപ്പോൾ ഏകദേശം 6 വർഷത്തോളമായി നടക്കുന്നൊരു റിയാലിറ്റി ഷോ ആണ്. അതിൽ സാധാരണ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള റെപ്രസെന്റേറ്റീവ്സിനെ അവിടെ ഒരു വീട്ടിൽ അടച്ചുകൂട്ടി ഇതാക്കുന്നതാണ്. അപ്പോൾ അത് ഓവർ റെപ്രസെന്റേഷൻ കൊടുക്കാൻ 15 അല്ലെങ്കിൽ 16 3 4 എന്നൊക്കെ പറഞ്ഞാൽ എത്രയാണ്? അതിലൊരു 4-1 വരും അല്ലേ? അപ്പോൾ അത്രയും LGBT ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഇത്തരം ആളുകൾ ഇവിടെ ഉണ്ടോ? പിന്നെ ഈ പറയുന്ന വെസ്റ്റേൺ സൊസൈറ്റിക്ക് ഇത് മടുത്തിട്ടുണ്ട്, അതായത് എസ്പെഷ്യലി യൂത്തിന് ആ ഒരു എന്ത് കാണുന്നുണ്ട്, നമ്മളൊരു ഫ്രസ്ട്രേഷൻ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ആൻഡ്രൂ ടേറ്റ്, അതുപോലെ തന്നെ ജോർഡൻ പീറ്റേഴ്സൺ, പിന്നെ ഇവരൊക്കെ, അതായത് വരുന്ന പുതിയ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരിൽ ഉണ്ടാക്കിയ ഒരു വലിയൊരു മാറ്റം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. ഒരു വ്യക്തി അദ്ദേഹം ബലാത്സംഗം ചെയ്തു, 2 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. 2 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. എന്നിട്ട് അദ്ദേഹം കോർട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ഐഡന്റിഫൈ ആസ് എ വുമൺ, ഞാൻ പെണ്ണാണ്. ഒരു 2 ബലാത്സംഗം ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ അവിടുത്തെ നിയമം അനുസരിച്ച് അദ്ദേഹത്തെ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? പെണ്ണായിട്ട്. ബലാത്സംഗം ചെയ്ത ആളെ പെണ്ണായിട്ട് കൺസിഡർ ചെയ്യണം, പെണ്ണുങ്ങളുടെ ജയിലിൽ അടക്കണം. പിന്നെ എന്തുകൊണ്ട് പെണ്ണ് ആണാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെന്തുകൊണ്ട് ആണുങ്ങളുടെ കൂടെ മത്സരിക്കുന്നില്ല, അവിടെ എത്തുന്നില്ല കാണാൻ പറ്റും. ഇങ്ങനെ ഏത് വിഷയം എടുത്ത് നോക്കിയാലും നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ യൂറോപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ആ റിസൾട്ട് ജസ്റ്റ് ഒന്ന് വായിക്കാൻ മാത്രം തയ്യാറാവാൻ മതി എന്നുള്ളതാണ്. മിക്സ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അറിയപ്പെടുന്ന പ്രഭാഷകനും ഗവേഷകനുമായ ഡോക്ടർ അബ്ദുള്ള ബാസിൽ അവർകളാണ്. അദ്ദേഹം നമുക്കറിയാം, കേരളത്തിലുടനീളമുള്ള ക്യാമ്പസുകളിലും അതുപോലെ തന്നെ പൊതുവേദികളിലും നിരവധി സംവാദങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് നമുക്ക് സുപരിചിതനാണ്. എത്തീസവും അതുപോലെ തന്നെ LGBTQ പൊളിറ്റിക്സുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള സവിശേഷമായ സംവാദങ്ങൾക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ബാസിൽ സാറ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിയ മറ്റൊരു വ്യക്തിത്വമാണ് അബ്ദുള്ള നവാസ് മുഹമ്മദ്. ഇരുവരെയും ശ്രവിക്കാം. ഏതായാലും ഒരുപാട് സംവാദങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം നൽകി, പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് 80-കളുടെ 70-കളിലൊക്കെ ക്യാമ്പസിനെ കുറിച്ച് സാധാരണ ഒരു സംസാരം പറയാറുണ്ടല്ലോ,
അന്ന് ഭൗതികമായിട്ടൊക്കെ ഒരുപാട് കല, സാംസ്കാരികം, സാഹിത്യം അതിലൊക്കെ ഒരു വളരെ രാഷ്ട്രീയം കാത്തു സൂക്ഷിക്കുകയും സർഗാത്മക രാഷ്ട്രീയം പ്രകടമാകുകയും ഒക്കെ ചെയ്ത ക്യാമ്പസിനെ കുറിച്ച് വളരെ നൊസ്റ്റാൾജിക്കായിട്ട് പലരും പറയാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 2000 അതുപോലെ തന്നെ 90-കൾ 2010 ആയപ്പോഴേക്കും പിന്നീട് ഒരു അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി സമൂഹമാണ് സാധാരണ പറയാറുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഏകദേശം ഈ റീസെൻ്റ്ലി ആയിട്ടുള്ള കാലയളവിൽ കുറച്ചും കൂടെ കുട്ടികൾ തിരിച്ച് സംവാദത്തിലേക്കൊക്കെ പോയി എന്ന് ഒരു പറയുന്നത്. അതേസമയത്ത് നമുക്കറിയാം ലഹരി, അതുപോലെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ അരാഷ്ട്രീയമായി പോകുന്നുണ്ടെങ്കിൽ കൂടെ പുതിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സംവാദങ്ങൾ ക്യാമ്പസുകളിൽ നടക്കുന്നതായിട്ട് കാണും. കാരണം ഞാനത് പറയാനുള്ള കാരണങ്ങൾ അത്തരം സംവാദങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുകയും അതിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആൾ എന്നുള്ള നിലക്കാണ്. അപ്പോൾ ആ ഒരു അനുഭവം എങ്ങനെ, അതായത് യുവാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് ഏതൊക്കെ തലത്തിലാണെങ്കിൽ പോലും ഒരു സംവാദം, ഒരു നല്ലൊരു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കൊള്ളക്കൊടുക്കൽ എന്ന് പറയുന്നത്, പരസ്പരം കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സർഗാത്മക പ്രവർത്തനമാണല്ലോ. അപ്പോൾ അത് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതെങ്ങനെ നിങ്ങളിപ്പോൾ ഈ അനുഭവത്തിൽ നിന്നൊക്കെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നത്? അതിൽ ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ മുമ്പ് കാലത്തുള്ള ക്യാമ്പസുകളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കാറും കേൾക്കാറും ഒക്കെ ഉണ്ട്. എന്ത് വിഷയമാണെങ്കിലും അത് ചർച്ച ചെയ്യുന്ന, ആകാശത്തിന് ചുവട്ടിലുള്ള ഏത് വിഷയമുണ്ടെങ്കിലും അത് ചർച്ച ചെയ്ത് അതിനെക്കുറിച്ച് നിരന്തരമായ സംവാദങ്ങൾ നടത്തപ്പെടുന്ന ഒരു ഇടമായിട്ടാണ് നമ്മൾ ക്യാമ്പസുകളെ, പൊതുവെ ആർട്സ് ക്യാമ്പസുകളൊക്കെ പ്രത്യേകിച്ചും പറയാറുള്ളത്. ഈവൻ അല്ലാത്ത ക്യാമ്പസുകളടക്കം ഒരുപാട് അങ്ങനെയുള്ള ഐഡിയോളജിക്കൽ ഡിബേറ്റുകളുടെ ഒരു വിളനിലമായിട്ടാണ് നമ്മൾ ക്യാമ്പസുകളെ പറയാറുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ ഒരു ഫേസിൽ ക്യാമ്പസിൽ പോയി അവിടെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. 2015 മുതൽ 20 വരെയാണ് എൻ്റെ ക്യാമ്പസ് ജീവിതം എന്ന് പറയുന്നത്. ആലപ്പുഴ ഗവൺമെൻറ് കോളേജിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു റെസിസ്റ്റൻസ് ഇത്തരം വിഷയങ്ങളോടുള്ള, ഏത് വിഷയമായിട്ടെ, ഞാൻ ഇന്ന വിഷയം എന്നുള്ള ആൾക്കാരല്ല, പൊതുവിഷയൊടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങളാകട്ടെ, സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളോടൊക്കെ ഒരു റെസിസ്റ്റൻസ്, അത് ചർച്ച ചെയ്യുന്നതിൽ ഒരു റെസിസ്റ്റൻസ് അവനിലേക്കൊന്ന് ഒതുങ്ങിക്കൂടുന്ന ഒരു രൂപം. അത് ഏതെങ്കിലും ഒരു കാര്യത്തെ മാത്രം അതിൽ പ്രതിചേർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ. സാമൂഹികമായി വരുന്ന മാറ്റങ്ങൾ, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്, അങ്ങനെ ചുരുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒന്നും ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്ത, എൻ്റെ കാര്യം, എൻ്റെ പഠനം അല്ലെങ്കിൽ എൻ്റെ കുടുംബം, ആ രൂപത്തിൽ മാത്രം എൻ്റെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നോക്കി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു കാഴ്ച നമുക്ക് ശരിക്ക് അനുഭവപ്പെടാൻ സാധിക്കും അവിടെ പഠിക്കുമ്പോഴാണെങ്കിലും. അതിനുശേഷം മാത്രമല്ല, ഇതിൽ വേറൊരു ഫാക്ടർ കൂടി, ഇത് ഞാൻ പറഞ്ഞ ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ളൊരു കാര്യമാണ്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഞാൻ പറയുന്നത് ക്യാമ്പസുകളിലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിലുള്ള ഒരു വലിയൊരു ഫാസിസ്റ്റ് പ്രവണത എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ അവർ പറയും എന്താണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അതെ, ടോപ്പിക്കും അവർ പറയും, നിലപാടും അവർ പറയും. അത് നമുക്കങ്ങ് സ്വീകരിച്ചു കൊള്ളുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെതിരെ ഒരു എതിർ ശബ്ദം ഉയരാൻ പാടില്ലാത്ത, ഇലക്ഷനിൽ നിൽക്കുന്ന കാര്യം മാത്രമല്ല ഞാൻ പറയും, അതുപോലും പറ്റാത്തൊരവസ്ഥ. സർഗാത്മക ഇടങ്ങളും വോട്ട് രാഷ്ട്രീയം മാത്രമല്ല, അതെ എല്ലാം. ഇപ്പോൾ ഒരു ലിബറൽ ചിന്ത, ഒരു പൊതുധാര ഉണ്ട്, അതിന്റെ കൂടെ അങ്ങോട്ട് പോവുക. അതിന് വിരുദ്ധമായി ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവൻ പ്രാകൃതനാണ്, അല്ലെങ്കിൽ അവൻ ആ സമൂഹത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് തള്ളുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഇതുകൂടി ഇതിൽ വലിയ രൂപത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രണ്ടും കൂടിയൊക്കെ ആയപ്പം വലിയ രൂപത്തിൽ ഈ പറഞ്ഞ സംവാദങ്ങളില്ലാത്ത വരണ്ട ക്യാമ്പസുകളായി മാറി എന്നുള്ളതാണ്. അജണ്ട സെറ്റ് ചെയ്യുന്നവർ തന്നെ ഇതിൽ നിന്ന് പിന്മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ. കാരണം പല വിഷയങ്ങളും എടുത്ത് ചർച്ച ചെയ്തു. കാരണം മുമ്പൊക്കെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തിരുന്നല്ലോ, കലാ, സാഹിത്യം, രാഷ്ട്രീയം, സാമൂഹികം, എല്ലാ വിഷയവും. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ന വിഷയമേ പാടുള്ളൂ, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് വിഷയം എന്നുള്ള രൂപത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതിൽ ഈ പറഞ്ഞ പോലെ ഇവർ നിശ്ചയിക്കുന്ന അജണ്ടകളിലും നിലപാടുകളിലും കുരുങ്ങിപ്പോവുക, അതിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. അവിടേക്കാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ വലിയ രൂപത്തിൽ ഒരിക്കലും ചോദ്യം ചെയ്യാൻ പെടാൻ പാടില്ലാത്ത കുറച്ച് ഹോളി ആശയങ്ങൾക്കെതിരായി നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ആദ്യം വലിയ രൂപത്തിലുണ്ടായിരുന്നു, അതൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പതിയെ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൽ യൂണിവേഴ്സിറ്റികളിൽ പോയിരുന്നല്ലോ നിങ്ങൾ, ഈ അൺമാസ്കിംഗ് എത്തീസം തുടങ്ങി കുറച്ചാണ് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ട്. അന്ന് ഞാൻ കണ്ടൊരു സംഗതിയാണ്, അതായത് ചെറിയ ആൾക്കാർ, കുട്ടികൾ മാത്രമല്ല മുതിർന്ന ആൾക്കാർ വരെ, അത് ബാസിൽ സാർ തന്നെയാണ് തോന്നുന്നുണ്ട്, നോക്കി ഒരാളോട് ഒരു ചോദ്യം ചോദിച്ച സമയത്ത് അയാൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, അയാളുടെ ടെമ്പറൊക്കെ പുറത്തു വരുന്ന രീതിയിൽ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടൊക്കെയാണ് അയാൾ എന്ത് ചെയ്തത്,
പിന്നെ റെസ്പോണ്ട് ചെയ്തത് ആ ചോദ്യത്തിനോട്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ യൂണിവേഴ്സിറ്റികളിൽ ഈ ചോദ്യം അത് അവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പം നമ്മൾ ചെന്നിട്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിലോ കോളേജുകളിലോ നമുക്കൊരു ത്രെട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു ഭീഷണിപ്പെടുത്തുന്ന ഈ പരിപാടിയൊന്നും ഇവിടെ വേണ്ട കേട്ടോ, ഇങ്ങനൊന്നും സംസാരിക്കണ്ട കേട്ടോ, ഇത് സ്ഥലം വേറെയാണ് കേട്ടോ എന്നുള്ള രീതിയിലൊക്കെ അത് എൻ്റെ അഭിപ്രായത്തിൽ ഈ പിന്നെ യൂത്ത് ഇതിനെ എത്രത്തോളം നമ്മൾ ഒരു സാധനത്തിനെ എന്താ പറയുക അമർച്ച ചെയ്യാൻ ശ്രമിക്കുന്നു അത്രത്തോളം അത് വേറെ സൈഡിൽ വരും എന്നുള്ള രീതിയിലായിരിക്കും. അതെ. അല്ല, ഇതിലേ നമ്മൾ പൊതുവെ മുമ്പൊക്കെ ഈ റിലീജിയസ് ആയ ആളുകളെ കുറിച്ച് പറയുന്ന ഒരു ആംഗിൾ ഉണ്ടായിരുന്നു, ഈ അസഹിഷ്ണുത എന്നുള്ളത്. അതായത് അവർ വളരെ ഹോളിയായി വിചാരിക്കുന്നതിനെതിരെ എന്തെങ്കിലും ചോദ്യം നമ്മളൊരിക്കലും നിന്ദിക്കുന്നതിനെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ആരെയാണെങ്കിലും, ഏത് ദൈവങ്ങളെ ആണെങ്കിലും അല്ലെങ്കിൽ പ്രവാചകന്മാരാണെങ്കിലും നിന്ദിക്കുന്നതിന് ആരും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ അതിനെതിരെ ചോദ്യങ്ങൾ വരുമ്പോഴേക്കും ഒരു അസഹിഷ്ണുത എന്നുള്ളത് പൊതുവെ ഒരു റിലീജിയസ് പക്ഷെ അതേപോലെ ഒരു ഹോളിയായി ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത രൂപത്തിലുള്ള കുറച്ച് വിശ്വാസങ്ങൾ എന്ന നിലക്ക് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരം ആശയങ്ങൾ, ലിബറൽ ആശയങ്ങളെയും ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങളൊക്കെ ഇവർ സ്വാംശീകരിച്ചിട്ടുണ്ട്. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു മതവിശ്വാസിയോട് അവന്റെ വിശ്വാസം ചോദ്യം ചെയ്യുമ്പോൾ മുമ്പൊക്കെ എങ്ങനെയാണ് അസഹിഷ്ണുത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രതികരിച്ചത്, അതേപോലെ തിരിച്ചുള്ള പ്രതികരണം നമുക്ക് കാണാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇവിടെ ചോദിക്കണ്ട, ഇത് വേറെയാണ് സ്ഥലം എന്ന ഒരു അല്ല. അതുപോലെ തന്നെ അതായത് ഇപ്പോൾ ഈ വിഷയങ്ങൾ പ്രത്യേകിച്ച് പിന്നെ LGBT പൊളിറ്റിക്സ് അത് പറയുമ്പം അതൊരു നമ്മളത് പറയാന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യാവകാശ ലംഘനമായിട്ട് അല്ലെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമായിട്ട് പോലും അത്തരത്തിൽ, അതായത് മനുഷ്യാവകാശം ഹനിക്കുന്ന രൂപത്തിലാണ് അതിനെക്കുറിച്ചുള്ള ചോദ്യം. അതൊരു സംവാദത്തിന് പോലും പോരാ, നമ്മൾ അവരുടെ മനുഷ്യാവകാശം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ അല്ല, ഇത്തരം ഒരു ഭൗതികമായ രീതിയിലുള്ള ഒരു ചർച്ച ചെയ്യുന്നത് പോലും എന്താണ് അതൊരു കുറവാണ്, അല്ലെങ്കിൽ അതൊരു വിദ്യാഭ്യാസമില്ലാത്ത ആളുകളാണ് അങ്ങനെ പറയുക. അതൊരു പ്രാകൃത ചിന്തയാണ്, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ചിന്തയാണ്. ഒരിക്കലും ഇപ്പം ബാസിൽ സാറൊക്കെ നടത്തുന്ന സംവാദങ്ങൾ ഒരിക്കലും ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ അതിനേക്കാൾ അപ്പുറം ശാസ്ത്രവും അതുപോലെ തന്നെ മനുഷ്യൻ്റെ പ്രകൃതിയും ഒക്കെ വെച്ചിട്ട് തന്നെ ആണ് സംസാരിക്കുന്നത് ആണല്ലോ. അതായത് ഇപ്പം LGBT പിന്നെ മതവിരുദ്ധമാണെന്നുള്ളതിൽ അപ്പുറത്തേക്ക് ലോകം ചർച്ച ചെയ്യുന്നത് അത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്നുള്ള ആ പൊളിറ്റിക്സിനെ കുറിച്ച് അങ്ങനെയുള്ള കാണുന്നത്. ശാസ്ത്രവിരുദ്ധവും കൂടിയാണെന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ പോലും അതെന്ത് ചെയ്യാണ്, നിങ്ങളത് പറയേണ്ടതില്ല, കാരണം അത് പിന്നെ ഇവിടുത്തെ അത്തരം സംസാരങ്ങളൊന്നും പാടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇപ്പം മെഡിക്കൽ കോളേജിൽ നടന്ന ശീതളക്ഷാമമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു ചർച്ചയും അതിന് ശേഷം ഉണ്ടായ ചർച്ചകളൊക്കെ പക്ഷെ കുറച്ചും കൂടെ ആ വാതിൽ തുറന്നിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് ഞാൻ അങ്ങനെ നോക്കിക്കാണുന്നത് നിങ്ങളെ. കാരണം ആ സംവാദത്തിൽ പോലും മുമ്പുണ്ടായിരുന്ന പോലെ ഒരു അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ ഇതിൽ നിന്നൊക്കെ മാറി. ഇപ്പോൾ ശീതളക്ഷാമം പോലും അതിൽ കുറച്ചും കൂടെ പിന്നെ എല്ലാം കേൾക്കണം എന്നും അതിന് പിന്നെ കേട്ടിട്ട് അത് പിന്നെ ഒരു സമയത്ത് പോലും അത് പറയുന്നുണ്ട്, പല സമയത്തും പല രീതിയിലാണ് അതിന് പറയുന്നതെങ്കിൽ പോലും എന്നാലും അത് കേൾക്കണം എന്നുള്ള സംവാദം നടക്കണം എന്നുള്ള രൂപത്തിലേക്ക് എത്തി എന്ന് പറയുന്നതും വലിയൊരു മാറ്റമാണ്. ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഒക്കെ ഈ മറുഭാഗത്തുള്ള ആളുകൾ എന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്സിനൊക്കെ ന്യായീകരിക്കുന്ന ആളുകൾ അവർ പ്രധാനമായിട്ടും പറയുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞ ആ ഒരു പോയിന്റാണ്. അതായത് ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. ആ മനുഷ്യാവകാശത്തിൽ എന്ത് സംവാദമാണ് ഭയങ്കര ചിലപ്പോൾ കേൾക്കും ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. കുറച്ച് ആളുകൾ ഇവിടെ ജീവിക്കണോ അല്ലെങ്കിൽ അവര് നമ്മളെപ്പോലെ പൗരന്മാരാണോ എന്ന വിഷയത്തിൽ പിന്നെന്ത് സംവാദമാണ് എന്നതാണ്. അതായത് നമ്മളെപ്പോലെ ആണിനെയും പെണ്ണിനെയും പോലെ മറ്റൊരു വിഭാഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ, അതെ സെക്ഷൽ മൈനോറിറ്റീസ്, അവരിവിടെ ജീവിക്കണോ എന്ന വിഷയത്തിൽ അവർക്ക് അവകാശങ്ങളുണ്ടോ എന്ന വിഷയത്തിൽ പിന്നെന്താ സംവാദം? അതവിടെ രണ്ട് പിന്നെ അഭിപ്രായത്തിന് സ്കോപ്പ് തന്നെ ഇല്ലല്ലോ എന്നുള്ള വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അവർ അത് ഇതാക്കുക. പക്ഷെ അവിടെ നമ്മൾ പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ചില ആളുകൾ അവരിവിടെ ജീവിക്കണോ അല്ലെങ്കിൽ അവർ പൗരന്മാരാണോ, അവർക്ക് പൗരാവകാശങ്ങൾ ഉണ്ടോ, ഇതൊന്നും അല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത്തരം വിഷയങ്ങളിലേക്കല്ല നമ്മൾ പോകുന്നത്. അവരൊക്കെ അവരനുഭവിക്കുന്ന പ്രശ്നം നമ്മൾ തന്നെ ആ സംസാരങ്ങളിൽ പറയാറുണ്ട്. ഈവൻ മെഡിക്കൽ കോളേജിലുള്ള ആ സംവാദം ഞാൻ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ പല രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, നാം അവരെ ചേർത്ത് പിടിക്കണം, അവരെ ഈവൻ വേർബലി പോലും അബ്യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ പലതരത്തിലുള്ള പദപ്രയോഗങ്ങളുണ്ടല്ലോ, 9 അങ്ങനെ പെണ്ണൻ എന്നൊക്കെ പറഞ്ഞു, അത്തരം പദപ്രയോഗങ്ങൾ കൊണ്ട് പോലും ഇവരെ വേദനിപ്പിക്കരുത് എന്നുള്ള സ്റ്റാൻഡ് അഫേം ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിബേറ്റിലേക്ക് കടക്കുന്നത്. ആരെങ്കിലും ജീവിക്കണോ അല്ലെങ്കിൽ അവർക്ക് അവകാശങ്ങളുണ്ടോ എന്നല്ല നമ്മുടെ വിഷയം. മറിച്ച് നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് ഇതിന്റെ പൊളിറ്റിക്സ് ആണ് നമ്മുടെ വിഷയം. LGBT പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു അതിന്റെ ആശയം, അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ രൂപപ്പെടുത്തിയിട്ടുള്ള ജെൻഡറുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റുകൾ, ഇതൊക്കെയാണ് ചർച്ച. അപ്പോൾ അത് ചർച്ച ചെയ്യുമ്പോൾ
നിങ്ങൾ ചില ആളുകൾ ജീവിക്കാൻ അവകാശമുണ്ടോ, നിങ്ങൾ ഹോമോഫോബിക് ആണ്. അതെ, ഫോബിയ ചാപ്പ് വരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ആസ്പെക്റ്റുകൾ മിക്സ് ചെയ്തുകൊണ്ട് ഒന്നാമത് ഈ ജെൻഡർ ഐഡന്റിറ്റി, സെക്ഷുവാലിറ്റി, ഇതെല്ലാം ആദ്യം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അതിനെ മനസ്സിലാക്കണം. ഇപ്പം ആരായാലും ഇപ്പോൾ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്കോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ ഇത് പഠിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇനി മുതൽ അതിനെക്കുറിച്ച് നമുക്ക് വേറെ വിഷയം വരുന്നുണ്ട്. ഇനി മുതൽ സെക്സ് എഡ്യൂക്കേഷൻ, അതായത് ലൈംഗിക വിദ്യാഭ്യാസം നമ്മൾ നേടണം. അപ്പം നമ്മൾ കൊടുക്കേണ്ട ലൈംഗിക വിദ്യാഭ്യാസം എന്താണെന്നും ആ സിലബസിൽ എന്തൊക്കെയാണ് വരേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള പ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ അതിലാദ്യമായിട്ട് പിന്നെ പൊതുസമൂഹത്തിനും വിദ്യാർത്ഥികൾക്കൊക്കെ മനസ്സിലാവേണ്ടത്, മുമ്പ് നമ്മുടെ ഇപ്പോൾ അപേക്ഷ ഫില്ല് ചെയ്യുമ്പോൾ പോലും ഉണ്ടായിരുന്നത് സെക്സ്, അതിൻ്റെ ഒരു പിന്നെ പര്യായപദം എന്നുള്ള ആൾക്കാണ് മനസ്സിലാക്കിയിരുന്നത് ജെൻഡർ. സെക്സ് ഓർ ഇപ്പോഴും ആളുകൾ ഇപ്പം ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നത് അപ്പോൾ ഇത് തമ്മിൽ എന്താ വ്യത്യാസം? ഇതിൽ ഞാൻ മീഡിയ വണ്ണിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ അതിൽ ഞാൻ ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട് യൂണിഫോം ഒക്കെ വന്നപ്പോൾ വലിയ വിഷയമാണ്. അപ്പോൾ അവിടെയാണ് ആ സമയത്താണ് ഞാൻ മീഡിയ വണ്ണിൽ ഒരു ചർച്ചയ്ക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഈ വിഷയത്ത് ആളുകൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലായത്. ആ സമയത്ത് ചാനലിലൊക്കെ ചർച്ച ചെയ്തിരുന്നത് പാൻറ് സ്ത്രീകൾക്ക് ധരിക്കാൻ പറ്റുമോ, ഇതാണ് ചർച്ച. അപ്പോൾ അതൊരു വലിയ ചർച്ചയാണ്. ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളൊക്കെ മണിക്കൂറുകൾ ഇരുന്ന് ചർച്ച ചെയ്യാണ് പാൻറിന്റെ ഉത്ഭവം, പാൻറിന്റെ ചരിത്രപരമായ ഇതിലൊക്കെയാണ് ജെൻഡർ ന്യൂട്രൽ. അപ്പോൾ ഞാൻ അവിടുന്നാണ് ശരിക്കും പറഞ്ഞാൽ മീഡിയ വണ്ണിൽ ആ ചർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു കോറിലേക്ക് എത്തിച്ചത്. അപ്പോൾ അവിടെ ഞാൻ ഉന്നയിച്ച ഒരുപാട് കാര്യങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ ഇടയിൽ പ്രധാനമായിട്ട് ഉന്നയിച്ചൊരു കാര്യമായിരുന്നു ഇത് ജെൻഡർ പൊളിറ്റിക്സ് വിദ്യാഭ്യാസത്തിന് കരിക്കുലത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടാകും. ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു തലമുറ ഇവിടെ ഉണ്ടാവും എന്നുള്ളത് US-ലേക്കുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കീഴിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഇപ്പോഴും കാണാൻ പറ്റും ഈ ചങ്ങാതി എന്താ പറയുന്നത്, ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയോ, അത് പാൻറ് അഴിച്ച് നോക്കിയാൽ പോരെ. അതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ സെക്സ് ജെൻഡർ എന്നുള്ളത് പൊതുസമൂഹം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ആണ് പെണ്ണ്, അത് നമുക്ക് നോക്കണ ലിംഗം നോക്കിയാൽ പോരെ. ഇതിനപ്പുറത്തേക്ക് സെക്സ് ജെൻഡർ എന്നുള്ളതിന് വേറെ ചില ആശയതലങ്ങൾ, ഇവിടെ വേറെ ചില വിശദീകരണങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതും അവിടെയാണ് ചർച്ച കിടക്കുന്നത് എന്നുള്ളത് പോലും എന്തെങ്കിലും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോയിന്റ് ആഡ് ചെയ്ത് ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ. അപ്പോൾ ഈ ഇപ്പം നവാസ്, ജെൻഡർ പിന്നെ എന്ന് പറയുന്നതും സെക്സ് എന്ന് പറയുന്നത് നമുക്കിപ്പം രണ്ടും വേർതിരിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ എങ്ങനെ പറയാം? അതായത് നിലവിലുള്ള നരേറ്റീവ് ജെൻഡർ എന്ന് പറയുന്നത് നരേറ്റീവുമായി ഉണ്ടാക്കിയെടുത്ത് പറഞ്ഞാൽ ഒരിക്കലും ഇത് സിനോണിമസ് ആയി യൂസ് ചെയ്തിരുന്ന രണ്ട് വാക്കുകളായിരുന്നു. പിന്നീടാണ് ഇതിനെന്ത് ചെയ്തത്, ഒരു പിന്നെ അക്കാഡമിയ ഈ പറയുന്ന സോഷ്യോളജിക്കൽ ആസ്പെക്റ്റും അതുപോലെ തന്നെ സൈക്കോളജിയും ഇതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ട് പിന്നീട് ഒരു വേറൊരു രൂപമായി മാറേണ്ടത് ഇപ്പോൾ അല്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഇത്തരം ചർച്ചകളിൽ ഉന്നയിക്കുന്ന ചോദ്യമാണ്. അതായത് അങ്ങനെയുള്ള സെക്ഷൽ മൈനോറിറ്റീസ് ഇല്ലേ യഥാർത്ഥത്തിൽ? സെക്ഷൽ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ പറയുന്നതിൽ ഈ പിന്നെ ഇൻ്റർസെക്സ് വളരെ റെയറായിട്ടുള്ള പിന്നെ ഒരു മെഡിക്കൽ കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ് ശരിക്കും ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറയുന്ന ഇപ്പോൾ LGBTQ ഇത് സെക്ഷൽ ഓറിയൻറ്റേഷനെ സംബന്ധിച്ചുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പോൾ ഗെയ് എന്ന് പറഞ്ഞാൽ LGBTQയിലുള്ളതാണ് ലെസ്ബിയൻ, ഗെയ്, അതുപോലെ തന്നെ ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ. ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ സെക്ഷൽ ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഓറിയന്റ് അയാൾക്ക് എന്തിനോട് താല്പര്യം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണുള്ളത്. പക്ഷേ അതായത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ സംഗതി, ഇപ്പം സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആണ്, ബയോളജിക്കലാണ് അല്ല ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാം. അതേ സമയത്ത് LGBTQ അല്ലെങ്കിൽ സെക്ഷൽ മൈനോറിറ്റീസ് എന്ന് പറയുന്നത് അത് തോന്നലാണ്. വേറൊരു വിഷയം എന്താ വെച്ചാൽ സെക്ഷൽ മൈനോറിറ്റീസ് നമ്മൾ ഇങ്ങനെ ഒരു ടേം ആയിട്ട് പറയുമ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ LGBTQIA+ അങ്ങനെ കുറേ ഉണ്ട്. അപ്പൊ ഇതിൽ ഈ ഐഡന്റിറ്റി എങ്ങനെ വന്നു, ഇതാണ് ഒരു പ്രധാന. ഇത് എപ്പോഴാണ് ഐഡന്റിറ്റി? ഞാൻ പറയുന്നത് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് സ്വന്തം വർഗത്തോട് തന്നെ സെക്ഷൽ ഓറിയന്റേഷൻ തോന്നുക എന്നുള്ളത് അത് വളരെ മുമ്പേ തന്നെ ഉണ്ട്. നമുക്ക് വേദഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ പോലും അവിടെ അടക്കം വിശദീകരിക്കുന്നത് ബൈബിളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ എപ്പോഴാണ് ഈ നമുക്ക് ഈ വേർഡ് ഒറിജിൻ എടുത്ത് പരിശോധിച്ചൊക്കെ ഹോമോസെക്ഷൽ എന്ന ടേം തന്നെ കുറെ ആധുനികമായിട്ടാണ് കടന്നു വരുന്നത്. അതിൽ തന്നെ ഗേ, ബൈസെക്ഷൽ, ലെസ്ബിയൻ എന്നീ ടേം ഒക്കെ വരുന്നത് എപ്പോഴാണ്? വളരെ റീസെൻ്റ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള ടേം തന്നെ കടന്നു വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് പിന്നെ സമൂഹത്തിൽ വ്യാപകമാകുന്നത്? ഇത് നമ്മുടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഹോമോസെക്ഷൽ ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അസെക്ഷൽ ആണെന്ന് വിചാരിക്കാം, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് എൻ്റെ വളരെ
സ്വകാര്യമായ ഒരു കാര്യമാണ് ഈ സെക്ഷൽ ഓറിയന്റേഷൻ. എനിക്ക് ആരോടാണ് ലൈംഗികമായ ആകർഷണം തോന്നുന്നത്, ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ സൊസൈറ്റി. പബ്ലിക്കിനെ കുറിച്ച് അതിന് ബോധരാവില്ല. അത് എൻ്റെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ എൻ്റെ സ്വകാര്യതയിലുള്ള ഒരു കാര്യമാണ്, അത് അവിടെ ഒതുങ്ങുന്നതായിരുന്നു. പക്ഷെ ഇതിനെന്ത് ചെയ്തു, ഒരാളുടെ ഐഡന്റിറ്റിയായി ഇതിനെ കൊണ്ടുവരികയാണ്, സെക്ഷുവാലിറ്റി ഒരാളുടെ ഐഡന്റിറ്റിയായി മാറുക. അപ്പോൾ അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്, അത് വ്യാപകമാകുന്നത്, അത് ഈ ടേം വരുന്നതല്ല, വ്യാപകമാകുന്നത് 1960-നും 70-നും അടുത്ത് നടന്നിട്ടുള്ള സെക്ഷൽ റവല്യൂഷൻ, യൂറോപ്പിൽ നടന്നിട്ടുള്ള സെക്ഷൽ റവല്യൂഷൻ, അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരാളുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അയാളുടെ ഐഡന്റിറ്റിയായി പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വേറെ വരുന്നൊരു ഇതാണ്, ആളുകൾ അവരുടെ സ്വകാര്യതയിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്, ഹാം പ്രിൻസിപ്പിളൊക്കെ വെച്ചിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശരിയാണ്, ആളുകൾ അവരുടെ സ്വകാര്യതയിൽ ചെയ്യുന്നത് അവിടെ നിൽക്കേണ്ട ഒരു കാര്യമാണ്. അതെന്തിനാണ് പൊതുസമൂഹത്തിലേക്ക് കൊടിയും പിടിച്ചിറക്കുന്ന ഐഡന്റിറ്റിയായി ആരാണ് മാറ്റിയത്? സ്വകാര്യതയിലുള്ള കാര്യം പബ്ലിക്കിലേക്ക് ആരാ കൊണ്ടുവന്നത്? അത് പ്രൈഡാണ് എന്നും അത് അഭിമാനമാണ് എന്നും അത് ഉദ്ഘോഷിക്കുന്ന, അത് ആളുകളിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ആരാ ഉണ്ടാക്കിയത്? അത് അവർ പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അവർ ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ സമൂഹത്തിൽ നേരിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സെക്ഷൽ മൈനോറിറ്റീസ് ആയിട്ട് അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജെൻഡർ എന്ന് പറയുന്ന സംഗതി വരുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ അപ്പം എൻ്റെ സെക്സ് ഏതാണ് എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്നിടത്തുള്ളൊരു പ്രശ്നമില്ലേ? അപ്പോൾ അപ്പോഴാണല്ലോ ഇപ്പം എൻ്റെ തോന്നലുകൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സെക്സും അതുപോലെ തന്നെ എൻ്റെ ജെൻഡറും, ഇപ്പം സെക്സ് നമ്മൾക്കറിയാം, പക്ഷേ അത് ജെൻഡറുമായി ബന്ധപ്പെട്ട് എൻ്റെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഞാൻ ആണാണോ പെണ്ണാണോ, അല്ല ഞാൻ പിന്നെ ബൈസെക്ഷലാണോ എന്നൊക്കെ, ഞാൻ ക്യൂർ ആണോ, അപ്പോൾ അതിന് കുറച്ചും കൂടെ കാണുന്നുണ്ട് ക്യൂർ ആണോ എന്ന് എനിക്ക് പറയാം. ആ തോന്നലുകൾ ചിലപ്പോൾ എന്താവാം, ഇന്ന് തോന്നുന്നത് നാളെ മാറാം. അല്ല, ഇതിൽ വേറൊരു, അതിൽ കുറച്ചും കൂടി ഡീറ്റെയിലേക്ക് പോയാൽ ഇതിൽ വേറൊരു വിഷയമുണ്ട്. ഈ എനിക്ക് ആണായി തോന്നുന്നു, ഇതൊരു ഇന്നർ സബ്ജക്റ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. നമുക്ക് എങ്ങനെ അറിയാം ഈ ഞാൻ ഒരാണാണ്, ഞാൻ ആണായി തന്നെയാണ് ജീവിച്ചത്, അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ആണിൻ്റെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫീലിംഗ് ആണ്. എനിക്ക് അറിയോ ഒരു പെണ്ണിൻ്റെ ഫീലിംഗ് എങ്ങനെയായിരിക്കുമെന്ന്? ഒരു പെണ്ണായി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് എന്നുള്ളത് എനിക്ക് അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്താണത് സംഭവം എന്ന് പോലും അറിയില്ല. പിന്നെ എങ്ങനെ ഞാൻ പറയും എൻ്റെ ഫീലിംഗ് പെണ്ണിൻ്റെതാണ് എന്ന്? അതായത് ഒരു ഇന്നർ സബ്ജക്റ്റീവ് ഫീലിങ്ങിനെ കുറിച്ചാണ്, ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു മാങ്ങ ഞാൻ തിന്നുകയാണ്. മാങ്ങ തിന്നുമ്പോൾ ഞാൻ പറയണത് ഇതിന് പേരക്കയുടെ ടേസ്റ്റ് ആണ് എന്ന്. എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും പേരക്ക അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് ആയിക്കൊണ്ട് പേരക്ക തിന്നാൻ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെയെങ്കിൽ എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഇതിൻ്റെ ടേസ്റ്റ് പേരക്കയുടേതാണ് എന്ന്? എന്നുവെച്ചാൽ ഫസ്റ്റ് പേഴ്സൺ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്ന അത് മറ്റൊന്നാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അതായത് ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഫീലിങ്സ് ഓവർ ഫാക്ട്സ്. അതായത് നമ്മുടെ ഫീലിങ്സിനാണ് പ്രാധാന്യം. ഇത് പിന്നെ അതായത് ഒരു ആണിന്, ഫുള്ളി ബയോളജിക്കൽ മെയിലായിട്ടുള്ള ഒരാണിന് തോന്നുകയാണ് ഞാൻ പെണ്ണാണെന്ന്. അപ്പം ഇങ്ങനെയുള്ള ഒരാൾ ഒരു സ്ഥലത്തേക്ക്, അതായത് ഇന്നത്തെ ഒരു US-ലൊക്കെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇയാളൊരു പിന്നെ സൈക്കോളജിസ്റ്റിനെ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യുക എന്താ വെച്ചാൽ, ഒരിക്കലും പിന്നെ നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രശ്നം, അതായത് ജെൻഡർ ഡിസ്ഫോറിയ അല്ല ഇത്, മറിച്ച് അതായത് അത് മാത്രമല്ല ചെയ്യുക. അതായത് ജെൻഡർ അഫേമിങ് കെയർ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു പ്രോഗ്രാം തന്നെ ഉണ്ട്. അതിൽ ഒരുപാട് സംഗതികൾ വരുന്നുണ്ട്. അതായത് ഈ ജെൻഡർ അഫേമിങ് കെയറിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് അഫേം ചെയ്യുക, അതായത് നിങ്ങൾ എംബ്രേസ് ഇറ്റ്, അത് ഇങ്ങോട്ട് ഉൾക്കൊള്ളുക. പിന്നെ എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതൊരിക്കലും എന്താ പറയുക, നിങ്ങൾക്ക് ഇതിലൊരു ഷെയിം തോന്നേണ്ട ആവശ്യമില്ല, ഇത് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്, ചില ആൾക്കാർ അഡ്മിറ്റ് ചെയ്യില്ല എന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഒരു അഫേമിങ് കെയറിൽ ഒക്കെ നടത്തി ഇവരെ ലാസ്റ്റ് എന്ത് ചെയ്യാണ്, ഈ ഒരു SRS പറയും, സെക്ഷൽ റീഅസൈൻമെന്റ് സർജറി, അല്ലെങ്കിൽ അതിന് വേറെ പേരും കൂടി പറയാറുണ്ട്, പിന്നെ ജെൻഡർ അഫേമിങ് സർജറി. ഈ സർജറിയിലോട്ട് ഡയറക്റ്റ് അവരെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതായത് ഇവരുടെ ഫീലിംഗ് ആണ് അവിടെ എന്ത്, അതായത് ഇനി ഞാൻ പെണ്ണാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, തോന്നലുകളെ പിന്നെ കൂടുതലാക്കി ഇവരെ സർജറിയിലേക്ക്. ഇതിന്റെ ഒരു ഐഡിയോളജിക്കൽ ബാസി സാർ അറിയാണ്ടാവും. അതായത് ഇതിനൊരു ഐഡിയോളജിക്കൽ എന്തുണ്ട്, ഒരു അടിത്തറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറയും പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അതിൽ തന്നെ ഉണ്ട് എന്താണ് റാഡിക്കൽ സ്കെപ്റ്റിസിസം. ഈ റാഡിക്കൽ സ്കെപ്റ്റിസിസത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ കാണുന്ന ഒന്നും
അതായത് ട്രൂത്തിലേക്ക് എത്താൻ, അതായത് സത്യത്തിൽ, ആത്യന്തികമായ സത്യത്തിലേക്ക് എത്താൻ ഒരു വഴിയില്ല. അതുകൊണ്ട് എന്താണ് നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും സത്യം. അതായത് സബ്ജക്റ്റീവായിട്ടുള്ള ട്രൂത്തുകളെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അപ്പൊ ഒരാൾക്ക് തോന്നുകയാണ് എന്ത്, ഒരാൾ സബ്ജക്റ്റീവായിട്ട് ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ സ്ത്രീയാണ്, വേറുള്ളവർ ആരാണ് അതിൽ ഇന്റർഫിയർ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് ചെയ്യണത്. അതില് പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ് സാധനം. ട്രാൻസ്ജെൻഡറിസം, ഇവിടെ സെക്ഷുവാലിറ്റിയും ട്രാൻസ്ജെൻഡറിസം മിക്സ് ആയി ഇങ്ങനെ പോവാണ്. ഈ ട്രാൻസ്ജെൻഡറിസം എന്ന് പറയുന്നിടത്ത് അവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ബോഡി, രണ്ട് മൈൻഡ്. ബോഡി എന്ന് പറയുന്നു, മൈൻഡ് അതായത് ഇപ്പൊ ഞാൻ ആണിന്റെ ശരീരമാണ്, പക്ഷെ വ്യത്യസ്തമായൊരു പെണ്ണിന്റെ മനസ്സാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എങ്ങനെയെന്നുള്ള ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. എന്നാലും അങ്ങനെ അവകാശപ്പെടുന്നു. ഇവിടെ രണ്ട് തരത്തിലാണ് നമുക്കതിനെ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ പരിഹാരങ്ങളിലേക്ക് പോകാൻ പറ്റുക. ഒന്ന് ബോഡിക്ക് അനുസരിച്ച് മനസ്സിനെ മാറ്റുക, മനസ്സിനനുസരിച്ച് ബോഡിയെ മാറ്റുക. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ LGBT പൊളിറ്റിക്സ് ഒക്കെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ മനസ്സ് അവിടെ കേന്ദ്രമാക്കി വെക്കുന്നു. ആ തോന്നൽ മൈൻഡിനനുസരിച്ച് ബോഡിയെ മാറ്റുക എന്നുള്ളതാണ് അവർ പരിഹാരമായി പറയുന്നത്. അപ്പോൾ അതിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇവരോട്ടൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും പറയുന്നത് ഇത് SRS ഉണ്ടല്ലോ, എത്ര സിമ്പിളായിട്ടാണ് ഇവർ പറയുന്നത്. കാരണം SRSൽ എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ എനിക്ക് പെണ്ണാവണമെങ്കിൽ എൻ്റെ പെനിസും ടെസ്റ്റിസും ഒക്കെ മുറിച്ചു മാറ്റും, അവിടെ സ്ത്രീയുടേത് പോലെയുള്ള ഒരു ലൈംഗികാവയം തുന്നിക്കെട്ടും. അതാണ് സംഭവിക്കാം. പക്ഷെ അത് ഒറിജിനൽ പിന്നെ മാതിരിയല്ലല്ലോ ഉണ്ടാവുക. ആ സുഖവും നമ്മൾ പറയുമ്പോ സെക്ഷൽ പ്ലഷർ, ഈ സംഗതികൾ അവർക്ക് അവിടെ കിട്ടുന്നില്ലല്ലോ. അത് മാത്രമല്ലല്ലോ ബയോളജിക്കലായിട്ടും ഇത് ഇവര് ഞാൻ പലപ്പോഴും ആശ്ചര്യപ്പെട്ടു. ഇവർ മനസ്സിലാക്കുന്നത് ഈ അരക്കെട്ടിന് താഴെയുള്ള ഈ ഒരു അവയവമാണോ ഒരാളുടെ ലിംഗത്വം അല്ലെങ്കിൽ ലിംഗം എന്ന് പറയുന്നത്. അതെ, അത് നമ്മളിപ്പം ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് ഏകദേശം ഒരു 42 വയസ്സാകുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ്ലി ഫിക്സ്ഡ് ആവുന്നുണ്ട്. എന്താ വെച്ചാൽ ഒരു കുട്ടിയുടെ സെല്ലുകളിൽ തന്നെ രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് അത് ആണാണോ പെണ്ണാണോ. അപ്പം ഞാൻ ആണാണെങ്കിൽ എൻ്റെ കയ്യിലും അതുപോലെ തന്നെ തലയിലും മുടിയിലും എല്ലാം ഉള്ള സെല്ലുകളിൽ എന്തുണ്ട്, XY എന്ന് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ട്രില്യൺസ് ഓഫ് സെൽസിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ആണ് എന്നുള്ളത്. അതിൽ കേവലം 2 അവയവം മുറിച്ചു മാറ്റി അവിടെ മറ്റൊന്നുപോലെ പിന്നെ അവിടെ ഫിക്സ് ചെയ്താൽ എങ്ങനെയാണത്, അതായത് ഔട്ടർ അപ്പിയറൻസിൽ ഒരു പിന്നെ പുരുഷന് സ്ത്രീയും സ്ത്രീ പുരുഷനും ആയി തോന്നുമെങ്കിലും ഇൻ റിയാലിറ്റി അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും ആ മേഖലയിൽ പിന്നെ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഇതിൽ ഈ സർജറി ചെയ്തതിന് ശേഷം ഉള്ള അവരുടെ അവസ്ഥയെക്കുറിച്ച് പിന്നെ പലരും തുറന്നു പറഞ്ഞപ്പം കേരളത്തിന് പുറത്തും പലരും അത് മാനസികമായിട്ടുള്ള ഭയങ്കരമായ പ്രയാസങ്ങളും അതോടൊപ്പം തന്നെ ശാരീരിക പ്രയാസങ്ങളും അതിൽ പലരും പറയുന്നുണ്ടല്ലോ. ഒന്ന് എനിക്ക് അതായത് മൂത്രം ഒഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, ഒന്ന് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ, സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥ. അത് കഴിഞ്ഞിട്ട് അവർ മാനസികമായിട്ട് പിന്നെ തകർന്നുകൊണ്ട് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന അവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ട് വല്ല പിന്നെ പഠനങ്ങളും വന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഞാൻ ചോദിക്കുന്നത് ഇപ്പം പിന്നെ പുറത്തോ ഉള്ള സ്റ്റഡീസ് അങ്ങനെ ഉണ്ടോ? അതിൽ സ്വീഡനിൽ നടന്നിട്ടുള്ള ഒരു പഠനമാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ ലോങ് ടേം ഫോളോ അപ്സ് ഓഫ് ട്രാൻസെക്ഷൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ നമുക്കുണ്ട്. അതിലടക്കം നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ശരിക്കും ഇതിൽ സംഭവിക്കുന്ന ഈ പറഞ്ഞത് തന്നെയാണ്. അതായത് ശരിയാണ്, ഇതിന്റെ ജെന്യൂനിറ്റി നമ്മൾ അവിടെ വീണ്ടും ഒന്ന് ഊന്നി പറയേണ്ടതുണ്ട്. ആ ഒരു ഫീലിംഗ് വേറെ ആയിട്ട് തോന്നുക എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്. നമ്മൾ ആരും അനുഭവിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഇന്റൻസിറ്റി ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഒരു ആണിന്റെ ശരീരത്തിൽ പെണ്ണായി തോന്നുക എന്ന് ആ ഒരു അനുഭവപ്പെടൽ തന്നെ വലിയൊരു പ്രയാസം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഓൾറെഡി ഒരു പ്രയാസം ഉണ്ട്, ഒരു ശരീരത്തിന് വിരുദ്ധമായ ഒരു മനസ്സ്. അതിന് പരിഹാരമായി ഇവർ ഈ സർജറി കൊണ്ടുവരുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്, മാനസികമായും ശാരീരികമായും കുറെ പ്രയാസങ്ങൾ കൂടുതലാവാണ്. അതുകൊണ്ട് ഈ ട്രാൻസിഷൻ കഴിഞ്ഞതിന് ശേഷം അവരുടെ ഡിസ്ഫോറിയ മാറുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇവിടെ വേറെയും കുറെ വിഷയങ്ങളുണ്ട്. ഒന്ന് ഈ സയൻസിൽ വളരെ പിന്നെ എന്താ പറയാ സയൻസ് ഫോർ എ പേർപ്പസ് എന്നുള്ള രൂപത്തിലൊക്കെ കൃത്യമായ ചില അജണ്ടകളോടുകൂടി പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്ന ഒരു അവസ്ഥ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ട് എന്ന രൂപത്തിലുള്ള കുറച്ച് സ്റ്റഡീസ് എന്ത് ചെയ്യുന്നുണ്ട് കാണാൻ സാധിക്കും. അതേ സമയത്ത് ഇവർക്ക് ലോങ് ടേം ഫോളോ അപ്പിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങളും ശാരീരിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇവരുടെ ആത്മഹത്യ എല്ലായിടത്തും ഉള്ള വലിയൊരു ചർച്ചയാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ആത്മഹത്യ എന്നുള്ളത്. ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാലോ എത്ര ട്രാൻസ്ജെൻഡേഴ്സ് നമുക്ക് അറിയാൻ പറ്റും, വളരെ ചുരുക്കമാണ് ഈ മൊത്തം പോപ്പുലേഷൻ എടുത്ത്. എന്നിട്ട് പോലും നമ്മൾ 2 മാസം കൂടുമ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ ആത്മഹത്യ കേൾക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അവര് ഓൾറെഡി മാനസികമായ ഒരു ചെറിയൊരു പ്രയാസത്തിന്റെ മുകളിൽ വേറെ പ്രയാസം. കാരണം അവര് മാറിയിട്ടും അവർ ചെയ്യാനുള്ളതൊക്കെ, അതായത് ഇന്ന് ശാസ്ത്രം പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇനിയും എനിക്കൊന്നും അവരുടെ മനസ്സിലേക്ക് ശരീരം
കൊണ്ടുവരാൻ ഒരിക്കലും മാത്രമല്ല ഇതിൽ വേറെ എന്ന് വെച്ചാൽ ഡി ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രതിഭാസം കൂടിയാണ്. അതായത് ഇങ്ങനെ എന്ത് ചെയ്യും, ആണ് പെണ്ണായി മാറുന്നു, കുറച്ച് കഴിയുമ്പോൾ അല്ല ഞാൻ ശരിക്കും ആണ് തന്നെയാണ്, വീണ്ടും തിരിച്ച്. പക്ഷെ അത് ഈസി അല്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുറെ അങ്ങനെയുള്ള ആളുകൾ ഒരു കമ്മ്യൂണിറ്റി തന്നെ തുടങ്ങി. അതാ ചോദിക്കുന്നത്. അപ്പൊ അതിലേക്ക് വരുമ്പോൾ അതായത് ഈ റിഗ്രറ്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഇതിനൊരു ബദൽ, അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു പിന്നെ ഒരു മെന്റലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഒരാൾക്കൊരു പ്രോബ്ലം ഉണ്ട്, അപ്പോൾ അയാൾ ചെയ്യേണ്ട സംഗതികൾ എന്താണ് യഥാർത്ഥം, അല്ലെ അങ്ങനെ ആ രീതിയിലുള്ള പഠനങ്ങൾ എന്തെങ്കിലും നടന്നതായിട്ട്? ആ രീതിയിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ആ രൂപത്തിൽ പഠിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സയൻസിൽ ഇവിടെ വളരെ കൃത്യമായി കൊണ്ട് പിന്നെ ഇത് നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതാണ് ഇതിലുള്ള ഒരു വലിയ ചില നമുക്ക് വേണേൽ ആലോചിക്കാം, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ. പിന്നെ നമ്മൾ അവരുടെ ആശയങ്ങൾ അത്ര തന്നെ ശാസ്ത്രവിരുദ്ധമാണെങ്കിൽ അവരങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ. പക്ഷേ ഇതിൽ സംഭവിക്കുന്നത് വെച്ചാൽ അങ്ങനെ അല്ലാത്ത ആളുകളുടെ കൂടി പരിഹാരങ്ങളെ ഇല്ലാതാക്കുകയാണ് ശരിക്കും ഇവർ ചെയ്യുന്നത്. അതായത് ഓക്കെ, ഒരാൾക്ക് ആണിൻ്റെ ശരീരത്തിൽ പെണ്ണായി തോന്നുന്നു, അയാൾ പെണ്ണായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. പക്ഷേ ഒരാൾ വിചാരിക്കുകയാണ് ഒരാൾക്ക് ആണിൻ്റെ ശരീരത്തിൽ പെണ്ണായി തോന്നുന്നു, പക്ഷേ അയാൾക്ക് ആണായി തന്നെ ജീവിക്കാനാണ് ആഗ്രഹം എന്ന് വിചാരിക്കുക. എന്താ ഇവിടെയുള്ള സൊല്യൂഷൻ? അപ്പോൾ അവിടെ ആ സൊല്യൂഷൻ ഉണ്ടോ എന്ന ചർച്ച നടക്കണം, ആ സൊല്യൂഷൻ ഉണ്ടോ എന്ന പഠനം നടക്കണം. പക്ഷെ ഇവിടെ പഠിക്കാൻ അനുവദിക്കില്ല. ഒരുപാട് ആളുകൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ജെയിംസ് കാസ്പിയൻ, അതുപോലെ ഒരുപാട് പിന്നെ വളരെ ഇപ്പോൾ ബാസ്പ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ള വലിയ പ്രൊഫസേഴ്സ്, ഈ ജെൻഡറുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസ് തന്നെയുള്ള പ്രൊഫസേഴ്സൊക്കെ ഇതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ സ്റ്റഡീസ് തുടങ്ങും, ഒരു 1-2 മാസം കഴിയുമ്പോഴത്തേക്ക് സ്റ്റഡീൻ്റെ ഡയറക്ഷൻ ഏകദേശം തീരുമാനമായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ LGBT പൊളിറ്റിക്സിന് അനുകൂലമായൊരു ഡയറക്ഷനിലല്ല ഇത് പോകുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, എത്തിക്സ് കമ്മിറ്റി ഇടപെടും. നിങ്ങൾ നടത്തുന്ന പഠനം അൺഎത്തിക്കലാകുന്നു, അപ്പോൾ അതുകൊണ്ട് അത് നിർത്തണം, അതിൻ്റെ ഫണ്ടിങ് നിർത്തുന്നു. ഇത് 1-2 അല്ല, ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏതുവരെ ചോദിച്ചാൽ ഡോക്ടർ ഡെബ്രാസോ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, സെക്സോളജിസ്റ്റാണ്, ന്യൂറോളജിസ്റ്റാണ്, വലിയൊരു സയൻസ്. അപ്പോൾ അവർ ഈ രൂപത്തിൽ തന്നെ ഈ LGBT പൊളിറ്റിക്സിന് അനുകൂലമല്ലാത്ത രൂപത്തിൽ അവരുടെ സ്റ്റഡീസ് ഇങ്ങനെ പോയപ്പോൾ അവരും ഇത് തന്നെയാണ് അനുവദിച്ചത്. വലിയ രൂപത്തിലുള്ള പിന്നെ ഹറാസ്മെൻറ്റുകളും അതുപോലെ തന്നെ ബുള്ളിങ്ങുകളും ഇത്തരത്തിലുള്ള ഫണ്ട് തടയലുകളും ഒക്കെ ആയി അവസാനം അവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ അവരുടെ അക്കാദമിക് കരിയർ അവസാനിപ്പിച്ചു. പഠനം നിർത്തി ജേർണലിസത്തിലേക്ക് കടന്ന് എൻഡ് ഓഫ് ജെൻഡർ എന്നൊരു പുസ്തകം ഇപ്പോഴും വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു പുസ്തകമാണ്. അങ്ങനെ ഒരു പുസ്തകം എഴുതി ഒരു ജേർണലിസത്തിലേക്ക്, ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അപ്പോൾ അതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇതിന് വിരുദ്ധമായ പഠനം എന്തായാലും സാധ്യമല്ല. അക്കാദമിക്സിൽ നമുക്ക് സത്യസന്ധമായി ഒരു അൺബയാസ്ഡായി പഠിക്കാൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പോയിട്ട് അതാണ് ഇവരുടെ ഈ പറയുന്ന ഒരു ധൈര്യം എന്നൊക്കെ തോന്നുന്നില്ല, അവർക്ക് കറേജ് കൊടുക്കുന്നത്. കാരണം അവർക്ക് വേണ്ട, അതായത് അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിലുള്ള റിസർച്ചുകളാണ്. അല്ല, അവരിപ്പോൾ ഇപ്പം ഞാനൊരു ഇതിൽ കേട്ടു, ഈ ഇങ്ങനെയുള്ള ജെൻഡർ പിന്നെ റിഗ്രറ്റ്സ് അവരുടെ കമ്മ്യൂണിറ്റി അവർ അത്തരം മൂവ്മെൻറ്റ്സ് നടക്കുമ്പോൾ അവർക്കെതിരെ വരെ പിന്നെ ശാരീരികമായി വരെ ആക്രമണങ്ങൾ പല രാജ്യങ്ങളിലും നടന്നു എന്നുള്ളത്. ആ ഈ റിഗ്രറ്റ് കമ്മ്യൂണിറ്റീസ് ഒക്കെ പറയുന്നത് ഈ ഒരു LGBT ഐഡിയോളജിക്ക് എതിരായിട്ടാണ്. നമുക്ക് മനസ്സാണ് മാറ്റാൻ എളുപ്പം, ശരീരം മാറ്റാൻ എന്നുള്ളത് നമ്മളെ ജീവിതം തുറക്കുന്നത് തുല്യമാണ്. മനസ്സ് മാറ്റാനാണ് എളുപ്പം. ഇത് ആർക്കും മനസ്സിലാകുന്ന ഒരു കോമൺ ലോജിക്കാണ്. പക്ഷെ അത് പറയുന്നതിന്റെ പേരിൽ അവർ പറയുന്നത് മനസ്സ് മാറ്റാന്ന് പറഞ്ഞാൽ എന്താ, അത് അവരുടെ ഇതിൽ ജെൻഡർ പെണ്ണായ ഒരാൾ ആണാക്കാൻ നോക്കുന്നു, അപ്പൊ അതാണ് ക്രൈം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ലീഗലിയും അതുപോലെ തന്നെ അല്ലാതെയും ഒക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമാണ് ഇതിൽ വലിയൊരു പ്രയാസകരമായൊരു കാര്യം. ഒരാൾക്ക് ആണിൻ്റെ ശരീരത്തിൽ പെണ്ണായി തോന്നുന്നു, പക്ഷെ ആണായി ജീവിക്കാൻ അയാൾക്ക് ആഗ്രഹമുണ്ട്, ഒരു രക്ഷയില്ല അയാൾക്ക്. അത് അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ഒരു കൗൺസിലിംഗ് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വഴി, അത് തെറ്റാണ്, വലിയൊരു ക്രൈമായിട്ട്. ഞാനൊരു ഡോക്ടർ എന്നുള്ള നിലക്ക് ഇങ്ങനെ ഞാൻ പറയാണ്, ഇങ്ങനെ കൗൺസിലിംഗ് ഞാൻ പഠിച്ചിട്ടുണ്ട്, സൈക്കോളജി പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ലൈസൻസ് നാളെ മുതൽ റദ്ദാക്കും. ഞാൻ നാളെ മുതൽ ഒരു ക്രിമിനലാണ്. ഒരു മാഫിയമാരിയാണ്. അതെ. അപ്പോൾ അത് പിന്നെ ആരും ഡോക്ടേഴ്സ് ആരും അതിന് തയ്യാറ്. ഇതെന്ന് വെച്ചാൽ കുറച്ച് മുമ്പൊക്കെ ഞാൻ ഇത്തരത്തിലുള്ള കേസ് വരിക എന്നുള്ളത് വലിയ പ്രയാസം. അപ്പോൾ അങ്ങനെ വരുമ്പം കുറച്ച് മുമ്പൊക്കെ ഇതിനെ ഡീൽ ചെയ്തിരുന്ന ആളുകളോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് കുറച്ച് മുമ്പ് വരെ ഈ LGBT പൊളിറ്റിക്സ് ഒക്കെ വളരെ വ്യാപകമാകുന്നതിന് മുമ്പ് വരെ അവർ ചെയ്തിരുന്നത് വെച്ചാൽ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അവർ നേരെ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും. എൻഡോക്രൈനോളജിസ്റ്റ് നമുക്കറിയാലോ, ഹോർമോണുകളൊക്കെ നോക്കി. അപ്പോൾ ചെറിയ ചില, ഇപ്പോൾ ആണിൻ്റെ ശരീരത്തിൽ കുറച്ച് ഈസ്ട്രോജൻ കൂടിയാലൊക്കെ എന്തുണ്ടാവും, ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ തന്നെ ഈ നടത്തത്തിൽ സംസാരത്തിലൊക്കെ ഉള്ളൊരു സ്ത്രൈണത, അതൊക്കെയാണ് കാര്യമായിട്ടുണ്ടാവുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചെറിയ രൂപത്തിലുള്ളൊരു ചെറിയ ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് മാറാവുന്നതാണ്. അപ്പോൾ ആ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ റിപ്പോർട്ട് നോക്കിയാൽ തന്നെ അവർക്ക് ഏകദേശം മനസ്സിലാവും ഇത് ഹോർമോൺ കൊണ്ട് കാണോ. അങ്ങനെയാണെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാവുന്ന ഒരു കാര്യമായിരുന്നു ഇത് കുറച്ച് മുമ്പ് വരെ. പക്ഷെ ഇപ്പം ഒരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ കൊടുത്തയച്ചാൽ അവരിത്
ഭയം കൊണ്ട് നോക്കൂല. അവർ പറയാ അത് നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയെ ബന്ധപ്പെട്ടോളൂ, അതിന് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നേരെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി, സൈക്കോളജിസ്റ്റുകൾക്ക് പേടി, എൻഡോക്രൈനോളജിസ്റ്റുകൾക്കും ഈ വിഷയത്തിൽ ഇതിന് വിരുദ്ധമായി പറയാൻ പറ്റൂല. കാരണം നിങ്ങളൊരു എൻഡോക്രൈനോളജിസ്റ്റ് ആണ്, നിങ്ങൾ പറയാണ് നിങ്ങളുടെ ആണിൻ്റെ ശരീരത്തിൽ പെണ്ണായി തോന്നുന്ന ഈ കാര്യം ഇന്ന ഹോർമോണുകളുടെ വിഷയമാണ്, അത് ജസ്റ്റ് നമുക്ക് ഡീൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ യു ആർ എ ക്രിമിനൽ. ജെൻഡറിനേക്കാളും വലിയ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുള്ള ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം അതായത് ഇപ്പം ഡിപ്രഷൻ്റെ ഹൈ സ്റ്റേജ് അത് മുതൽ തുടങ്ങിയിട്ട് സമൂഹത്തിൽ ഇറങ്ങാൻ പറ്റാത്ത മടിക്കുന്ന പലതരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കോളജിയിലൂടെ ട്രീറ്റ് ചെയ്തുകൊണ്ട് മാറ്റാം എന്ന് ഇപ്പം നമ്മൾ ആധുനിക മോട്ടിവേഷൻ തരത്തിലുള്ള ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ വാചകം അവര് കേട്ട അവര് പറയാ കണ്ടോ ഞങ്ങളെ രോഗികളാക്കി. വേറൊരു സംഗതി ഉണ്ട്, അതായത് വേറൊരു രോഗം ഉണ്ടല്ലോ, ഐ മീൻ ഒരു കണ്ടീഷൻ BID അറിയുന്നത്, ബോഡി ഇന്റഗ്രിറ്റി ഡിസോർഡർ, അതായത് BID എന്ന് പറയുന്നത്. അവർക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ, അതായത് ബോഡി ഇന്റഗ്രിറ്റി രണ്ട് രീതി പറയും തോന്നുന്നുണ്ടല്ലേ, ഐഡന്റിറ്റി ഇന്റഗ്രിറ്റി ഡിസോർഡർ, അത് ഒരു ഡിസ്ഫോറിയ ആണെന്ന് പറയുന്നുണ്ട്. അതായത് ആ കണ്ടീഷൻ വരുന്ന ഒരാൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, പൂർണ്ണമായിട്ട് ഇപ്പം മാഷ് നിങ്ങൾക്ക് തോന്നുകയാണ്, അതായത് നിങ്ങൾ ഫുള്ളി എല്ലാ ലിംസും നിങ്ങളത് വർക്കിംഗ് ആണ്, കൈ കാല് കണ്ണ് എല്ലാ സെൻസറി ഓർഗൻസും, അത് നിങ്ങളുടെ ബോഡി ഫുള്ളി ഫങ്ഷണലാണ്. പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ് എന്ത്, ഞാൻ അങ്ങനെയല്ല ഇനി ജനിക്കേണ്ടിയത്, എനിക്കൊരു കൈയില്ലാതെ ഒരു കാലില്ലാതെ ഒരു കണ്ണില്ലാതെ എന്റെ ഏതെങ്കിലും ഒരു ഓർഗൻ പോയിട്ടാണ്, അതായത് ഞാനൊരു ഹാൻഡിക്യാപ്ഡ് ജനിക്കേണ്ട ആളായിരുന്നു. ഇങ്ങനെ തോന്നുന്ന ഇവർക്കുള്ള പരിഹാരം എന്താ ഇപ്പൊ ഇവര് നിർദ്ദേശിക്കുക? സ്വാഭാവികമായിട്ടും ഫീലിങ്സ് ആണല്ലോ. എന്റെ വലത് കൈ എന്റെ ശരീരത്തിന്റെ ഭാഗമല്ല, അത് എന്റെ ഒരു തോന്നലാണ്. പക്ഷെ അത് നേരെ വിരുദ്ധമായ ഒരു റിയാലിറ്റി ഇവിടെ കാണാൻ, എന്റെ വലത് കൈ എന്റെ ശരീരത്തിന്റെ തന്നെ ഭാഗമാണ്. ഇതേപോലെയാണ് ഇവിടെ ഉള്ള വിഷയം. അതായത് എന്റെ ശരീരം പൂർണ്ണമായി ആണിൻ്റെതാണ്, പക്ഷെ പെണ്ണായി തോന്നുന്നു. റിയാലിറ്റി ഇവിടെ ഉണ്ട്, ആണിന്റെ ശരീരം, തോന്നൽ ഇവിടെ ഉണ്ട്, പെണ്ണിന്റെ തോന്നൽ. ഇതേപോലെ റിയാലിറ്റി ഇവിടെ ഉണ്ട്, ഫുള്ളി ഫങ്ഷണലായ ബോഡി, പക്ഷെ തോന്നൽ വലത് കൈ എൻ്റെതല്ല. അപ്പോൾ ഇവിടെ ഇവര് ഡോക്ടേഴ്സിനെ സമീപിക്കുക എന്താണെന്ന് ചോദിച്ചാൽ, ഇതാ എൻ്റെ വലതേ കൈ, ഇത് എൻ്റെ കൈയല്ല, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ല, നിങ്ങൾ ഇത് മുറിച്ചു മാറ്റണം, ആംപ്യൂട്ടേഷൻ നടത്തണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സിനെ സമീപിക്കുകയാണ്. അവിടെ ഡോക്ടേഴ്സ് എന്താ ചെയ്യുക, ആയിക്കോട്ടെ നിങ്ങൾക്ക് മുറിച്ചു തരാമെന്നാണോ. ഈവൻ ഇത് മുറിച്ചു കൊടുത്താൽ അവർക്ക് ചിലപ്പം ഹാപ്പിനെസ് കൂടും, കാരണം അവർക്ക് അവരുടെ ഐഡന്റിറ്റിയിലേക്ക് അവരെത്തിയല്ലോ. അപ്പോൾ നമ്മൾ പറയാം ഹാപ്പിനെസ് കൂടുന്നു പറഞ്ഞിട്ട് അത് മുറിച്ചു കൊടുക്കാൻ ആരെങ്കിലും പറയോ? ഇല്ല. അത് അതിനെ കുറിച്ച് ഞാൻ നോക്കിയ സമയത്ത് കണ്ടെന്താ വെച്ചാൽ ഇവർക്ക് തെറാപ്പിയാണ് ഇവർക്ക്. അത് മാത്രല്ല, പക്ഷെ ഒരു കേസ് ഉണ്ട്, അതായത് ജുവൽ ഷൂപ്പിംഗ് എന്ന് പറഞ്ഞൊരു പെണ്ണ്, ആ പെണ്ണിന് തോന്നി, ആ പെണ്ണ് എന്താണ്, ഞാൻ ഡിസേബിൾഡ് ആകേണ്ട ആളായിരുന്നു, ഞാൻ ബ്ലൈൻഡ് ആയിട്ട് ജനിക്കേണ്ട ആളായിരുന്നു. എന്നിട്ട് ഈ ഡ്രെയിൻ ക്ലീനറില്ലേ, നമ്മൾ ഡ്രെയിനേജ് ഒക്കെ ക്ലീൻ ചെയ്യണ ഒരു ഡ്രെയിൻ ക്ലീനർ, അതായത് ആ പെണ്ണ് പറയുന്നത് എന്റെ സൈക്കോളജിസ്റ്റിനെ ഹെൽപ്പ് ചെയ്തെന്നാണ്. അത് കണ്ണിൽ വെച്ചിട്ട് ബ്ലൈൻഡായി ആ പെണ്ണ്. ജുവൽ ഷിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പെണ്ണ്, അത് ഇപ്പോഴും ഉണ്ട്, നെറ്റിലുണ്ട് ആ പെണ്ണ്. എന്നിട്ട് ആ പെണ്ണ് ഇങ്ങനെ നടക്കണത്, എനിക്ക് കണ്ണില്ല. ഞാൻ ഇപ്പൊ ആ പെണ്ണിനോട് ചോദിക്കണ്ട, നിങ്ങളിപ്പോ ഹാപ്പിയാണോ? ആ ഞാൻ ഇപ്പൊ ഹാപ്പിയാണ്. അപ്പൊ അത് ശരിക്കും നമ്മൾ ഹ്യൂമാനിറ്റിനോട് ചെയ്യണം എന്താണ്, ഒരു തരം ക്രൈമാണല്ലോ. റിയാലിറ്റിക്ക് വിരുദ്ധമായ തോന്നലുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള വളരെ കൃത്യം. അപ്പോൾ അവിടെയാണ് ഈ ജെൻഡറിന്റെ വിഷയം വരുന്നത്. അല്ല, അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, അവർ ഒരുപാട് ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം, ഇത് അനുഭവിച്ച ഒരാളായി ഞങ്ങൾ കുറേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, മാനസികമായ സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നൊരു സുഖം ഇതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ കയ്യിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടുന്നൊരു സുഖം ഇതാണ് എന്ന് പറയാം. അതേ സമയത്ത് ഈ പറഞ്ഞ ആളുകൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് പിന്നെ ആളുകൾ ക്ഷണിക്കുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലെത്തുമ്പോൾ അവർക്ക് അവിടുന്ന് എന്ത് ചെയ്യണേ, ഒരുപാട് ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള ഇത് കിട്ടും. അപ്പോൾ അവസാനം ഈ സർജറി കഴിയുമ്പോഴാണ് ഇവർ റിഗ്രറ്റിലേക്ക് എത്തുന്നത്. കാരണം ശാരീരികമായി മാനസികമായി അവർ തളരുകയാണ്. അപ്പോൾ ഈ ഒരു സംഗതി ഇപ്പോൾ സർക്കാർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സർജറിക്ക് വേണ്ടിയിട്ട് ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു യഥാർത്ഥത്തിൽ അതിനൊരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തലല്ലേ? തീർച്ചയായും ഏറ്റവും വലിയൊരു പ്രശ്നം. അല്ല, അപ്പം അങ്ങനെ പ്രോത്സാഹനത്തിലൂടെ പോകുമ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ കൊച്ചിയിൽ ഉണ്ടായ ആത്മഹത്യ, ഈ ആത്മഹത്യ യഥാർത്ഥത്തിൽ ശാരീരികമായിട്ട് എന്ത് ചെയ്യാണ്, കരുത്തനായിട്ട് മാറി ഒരു ജിമ്മിലൊക്കെ വർക്ക് ചെയ്ത് എന്നിട്ട് പോലും എന്ത് ചെയ്യുന്നില്ല, ഒരു സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ള രൂപത്തിലാണ് ആത്മഹത്യകൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ പറഞ്ഞ സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും
കമ്മ്യൂണിറ്റി തലത്തിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ചികിത്സകളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ, കമ്മ്യൂണിറ്റി റീഹാബിലിറ്റേഷനും കൂടെ വേണമെന്ന്. അങ്ങനെ എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംഗതികൾ വന്നിട്ടുണ്ടോ? കമ്മ്യൂണിറ്റി റീഹാബിലിറ്റേഷൻ, അതായത് നമ്മൾ അവരെ അക്കോമഡേറ്റ് ചെയ്യണമല്ലോ. നമ്മൾ ഈ വിഷയം പറയുമ്പോൾ ഇതിന്റെ രണ്ട് എക്സ്ട്രീമുകൾ അവിടെ കിടക്കുന്നുണ്ട്. ഒന്ന് ഈ പറഞ്ഞ മാതിരി LGBT പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ഇവരെ ജീവിതവും സമൂഹത്തെയും തകർക്കുന്ന ഒരു ഭാഗം. രണ്ടാമത്തത് നമ്മൾ റിഫോം ചെയ്യേണ്ടുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ പറഞ്ഞ ഒരു കാര്യം. ഇങ്ങനെ ഉള്ള ആളുകൾ അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. അവർക്കൊരു പ്രയാസമുണ്ട്, ഒരു യാഥാർത്ഥ്യമാണത്. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഏത് വിഷയം പറയുകയാണെങ്കിലും, ഇപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ഇപ്പോൾ നമ്മൾ ഫെമിനിസം എന്നുള്ളതിൻ്റെ ഐഡിയോളജിയെക്കുറിച്ച് കുറേ പ്രശ്നങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന നമ്മുടെ വീടുകളിലടക്കമുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങളുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. നിലനിൽക്കുന്ന സംവിധാനങ്ങളിൽ അല്ലെങ്കിൽ കുടുംബ വ്യവസ്ഥയിലാകട്ടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ. അതേപോലെ തന്നെ സമൂഹം അവരെ ട്രീറ്റ് ചെയ്യുന്നതിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അവരെ ഈ പറഞ്ഞ പോലെ പേരുകൾ വിളിച്ചുകൊണ്ടും അവരെ ഐസൊലേറ്റ് ചെയ്തുകൊണ്ടൊക്കെയുള്ള പലതരം പ്രവണതകൾ, അതിനെ നമ്മൾ തീർച്ചയായും ആ നിലക്ക് തന്നെ എടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി പറയാം. അപ്പം ഇങ്ങനെയുള്ള സംസാരങ്ങൾ നടക്കുമ്പോൾ പല ആളുകളും ബന്ധപ്പെടും. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകളോട് തന്നെ ഒരുപാട് ആളോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി എന്നോട്ട് സംസാരിച്ചു. ഞാൻ എൻ്റെ സംസാരങ്ങളൊക്കെ അങ്ങനെ കേട്ടപ്പം മുപ്പർക്ക് ഇങ്ങനെ ഒന്ന് സംസാരിക്കണം തോന്നി. അങ്ങനെ സംസാരിക്കാൻ വന്നു. പിന്നെ ഞാനും എൻ്റെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവർ സംസാരിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇതൊരു കേവലം ജസ്റ്റ് ഒരു ചെറിയൊരു തോന്നലിൻ്റെ വിഷയം മാത്രമാണ്. ഞാൻ ഇനി ആണായിട്ട് തന്നെ ജീവിക്കാനാണ് തീരുമാനിക്കുന്നത് പറഞ്ഞത്. അതായത് ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നടത്തൊക്കെ പെണ്ണിൻ്റെതുപോലെയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് അത് അനുഭവപ്പെട്ടിട്ട് പോലും ഇല്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി, പക്ഷേ നമുക്ക് പോലും അത് അനുഭവപ്പെട്ടില്ല. നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ തോന്നിയിട്ട് പോലും നിങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ പോലും ഞങ്ങൾക്ക് അത് തോന്നിയില്ലല്ലോ. അങ്ങനെയുള്ള കുറച്ച് സംസാരം വന്നപ്പോൾ തന്നെ അദ്ദേഹം ചെയ്തു, ശരിയാണല്ലേ, ചെറിയൊരു തോന്നൽ മാത്രമാണല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം ആണായി ജീവിക്കാൻ തീരുമാനിച്ചു. അവിടെ കഥ അവസാനിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം വളരെ ഹാപ്പിയായി തിരിച്ചു പോയി. ഞാൻ പക്ഷേ കുറച്ച് ആഴ്ചകളോളം അദ്ദേഹത്തെ വിളിക്കാൻ എനിക്ക് പറ്റിയില്ല. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിരുന്നു, സംസാരിച്ചു, ഹാപ്പി ആയിരുന്നു. പിന്നെ കുറച്ച് ഒരു മാസമോ 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം നിൽക്കുന്ന ഒരു രാത്രിയായിരുന്നു വിളിച്ചിരുന്നത്. ഒരു 8 മണി സമയത്താണ് അദ്ദേഹം നിൽക്കുന്നത് തിരുവനന്തപുരത്ത് റോഡ് സൈഡിൽ. പിന്നെ ഈ സെക്സ് വർക്കിന് വേണ്ടി നിൽക്കുകയാണ് വീണ്ടും അവിടേക്ക്. എന്തേ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ആണായി ജീവിക്കാൻ, മാന്യമായി തൊഴിലെടുത്തുകൊണ്ട് ജീവിക്കാൻ നാട്ടിലേക്ക് പോയി. പക്ഷേ നാട്ടിൽ അങ്ങനെ ജീവിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. ഓൾറെഡി ഈ ചെറിയ സൊസൈറ്റി ജോലി സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കുന്നു. അതെ, കുടുംബത്തിൽ നിന്നും മാറ്റി. അദ്ദേഹത്തിന് ഒരു കുട്ടിയടക്കമുണ്ട്. ആണായി ജീവിച്ച് ഭാര്യയിൽ ഒരു കുട്ടിയുണ്ട്. അങ്ങനെയുള്ള ആളാണ് ഈ പറയുന്നത്. ആണിനെ കുറിച്ചാണ് പറയുന്നത്, കുട്ടിയുള്ള ആണിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പിന്നെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തൽ, സമൂഹത്തിൽ നിന്നുള്ള മാറ്റി നിർത്തൽ, ഇതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ജീവിക്കാനുള്ള വഴി ഇത് കമ്മ്യൂണിറ്റി മാത്രമാണ്, LGBT മാത്രമാണ്. അപ്പോൾ അവരുടെ അടുത്ത് പോകുമ്പോൾ പൈസ കിട്ടണം, എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ സെക്സ് വർക്കിന് പോകണം. അങ്ങനെ ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹം തെരുവിലാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം ശരിക്കും നമ്മൾ ഈ പറഞ്ഞ പൊളിറ്റിക്സിൻ്റെ കുറേ പ്രശ്നമുണ്ട്, ആശയപരമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി ഇതിനെ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കേണ്ട രൂപത്തിൽ ചേർത്ത് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, പല സ്ഥലങ്ങളിൽ ജോലി സ്ഥലങ്ങളിലുള്ള പ്രയാസങ്ങളാണ് ഏറ്റവും വലുത്. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഇങ്ങനെയുള്ള നടത്തത്തിലോ സംസാരത്തിലൊക്കെ ഉള്ള ചെറിയ സ്ത്രൈണത കൊണ്ട് അവരെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഇവർക്ക് വേറെ എവിടെയും പോകാനില്ല. പക്ഷെ എന്നാൽ പോലും അതൊരു പിന്നെ ഇവര് അഭയം പ്രാപിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൂടുതൽ എക്സ്പ്ലോയിറ്റീവ് അല്ലേ? അത് ഉറപ്പാണ്. അതായത് ബാസിൽ സാർ പറഞ്ഞത് അത് തിരിച്ചൊരു ഈ കമ്മ്യൂണിറ്റി അവരെ സ്വീകരിക്കുകയും അവർക്ക് അവരുടെ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് സംഭവിക്കൂല. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ വന്ന് തിരിച്ചു പോയപ്പോൾ ഇങ്ങനെ ആയി എന്ന് പറഞ്ഞല്ലോ. അതായത് ഈ ആക്ടിവിസം ഇതൊരു ആക്ടിവിസമാണ്, ഫെമിനിസ്റ്റ് ആക്ടിവിസം പോലെ. ഇത് പലപ്പോഴും ഇവർ ഇത് ജോയിൻ ചെയ്തിട്ടാണ് പറയാം. അതെന്തായിരിക്കും അതിൻ്റെ, അതായത് മനുഷ്യാവകാശ ലംഘനമാണ്. അപ്പം ഫെമിനിസം പോലെ മറ്റു കാര്യങ്ങളെ പോലെ ആണ് എന്നുള്ളതൊരു അതിൽ ഒന്നെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം ബേസ് കിടക്കുന്ന ഒന്നിലാണെന്നുള്ളതാണ് ഈ പറഞ്ഞ പോസ്റ്റ് മോഡേണിസത്തിന്റെ തുടക്കം. അതായത് ക്യൂർ തിയറി ഒക്കെ വരുന്നത് വിമൻ സ്റ്റഡീസിന്റെ ബാക്കിയായിട്ടാണ് പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ക്യൂർ തിയറി ഒക്കെ വരുന്നത്, അതായത് നമ്മൾ ഇപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് തന്നെ ഇവർക്ക് അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഈ എഡ്യൂക്കേഷൻ അതായത് കൊടുക്കുന്ന സമയത്ത്, അതായത് നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഈ സെക്സ് എഡ്യൂക്കേഷനൊക്കെ സ്കൂളിലേക്ക് വരികയാണല്ലോ. അപ്പോൾ ഈ സെക്സ് എഡ്യൂക്കേഷൻ വരുമ്പോൾ തന്നെ ഈ ജെൻഡർ ഐഡൻറ്റിറ്റി കൂടി അതിലുണ്ട്. പിന്നെ ഇവർക്കൊരു അക്സെപ്റ്റൻസ് കിട്ടാത്തതിലുള്ള ഒരു പ്രയാസം ഉണ്ടാക്കില്ല ഇവർക്ക്. എങ്ങനെ ഈ എഡ്യൂക്കേഷൻ വന്നാലോ? അതല്ല, എഡ്യൂക്കേഷൻ വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ
അതാണ് പറഞ്ഞത്. ഈ സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്നുള്ള വിഷയത്തിൽ സംശയമില്ല, അതിൽ ആർക്കും സംശയമില്ല. കാരണം ഓരോ പ്രായത്തിലും പിന്നെ അത് കിട്ടേണ്ട രൂപത്തിലുള്ള എഡ്യൂക്കേഷൻ സെക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാകട്ടെ എന്ത് ആ വിഷയത്തിൽ വേണം. പക്ഷെ ഇതിൽ പ്രശ്നം ഇതാണ്, ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ സിലബസ് ആരാണ് നിശ്ചയിക്കുന്നത്, എന്താണ് അതിൽ പഠിക്കേണ്ടതെന്ന് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ആൽഫ്രഡ് കിൻസി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പഠനങ്ങൾ, അദ്ദേഹം നടത്തിയ റിസർച്ചുകളൊക്കെ നമുക്ക് വായിക്കാൻ കിട്ടും. അത്രയും വൃത്തികെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രലോകത്ത് അത്രയും പിന്നെ അക്യൂസുകൾ നേരിട്ടൊരു വ്യക്തി കൂടിയാണത്. വളരെ സെക്ഷൽ റെവല്യൂഷൻ. അപ്പോൾ അദ്ദേഹം വളരെ ചെറിയ 6 മാസമോ 1 വയസ്സിനൊക്കെ ഇടയിലുള്ള കുട്ടികളുടെ ഓർഗാസം അളക്കാൻ വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങളടക്കം ചെയ്ത ആളാണത്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, മെയിലുകളുടെ സെക്ഷുവാലിറ്റിനെ പറ്റി മാത്രം പഠിച്ചൊരു പുസ്തകത്തിൽ ടേബിൾ 34 അതിൽ 30 അതിൽ ചെറിയൊരു കുട്ടീൻ്റെ, അതായത് 3 മാസം പ്രായ ഒരു കുട്ടീൻ്റെ സെക്ഷുവാലിറ്റി വരെ അദ്ദേഹം അളന്നിട്ടുണ്ട്. ഓർഗാസം അളക്കണം. അപ്പോൾ ഓർഗാസം അളക്കണമെങ്കിൽ അവരെ സെക്ഷുവലി എന്ത് ചെയ്യണം. അപ്പോൾ അത്ര ചെറിയ കുട്ടികളെ സെക്ഷുവലി ഉപയോഗിച്ചുകൊണ്ട് പോലും എന്ത് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ അത്രയും വലിയ പിന്നെ കാര്യങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ പരിശോധിച്ച് നോക്കുക, കേരളത്തിലടക്കം സെക്സ് എഡ്യൂക്കേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന NGOs ഉണ്ട്. അതുപോലെ തന്നെ പല പിന്നെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലുകളൊക്കെ ഉണ്ട്. അവരൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഇറക്കുന്ന മൊഡ്യൂളുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. എല്ലാം കിൻസിയുടെ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ കിൻസിയുടെയും അതുപോലെ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെയൊക്കെ പഠനങ്ങളും അവരുടെ ചിന്താഗതികളുമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു വരുന്നത്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല, പക്ഷേ ഇത് പഠിപ്പിക്കുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ അവിടെ സ്വാഭാവികമാണ് സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായി ആണെന്താണ്, പെണ്ണെന്താണ്, പെണ്ണിൻ്റെ അവയവങ്ങൾ എന്താണ്, ആണിൻ്റെ അവയവങ്ങൾ എന്താണ്, ശാരീരികമായി വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ആർത്തവം എന്താണ്, അത് വളരെ നോർമലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. അതായത് കിൻസി ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് ഓൾ കൈൻഡ് ഓഫ് സെക്ഷൽ ബിഹേവിയർ ഷുഡ് ബി നോർമലൈസ്ഡ്. അതിലൂടെയാണല്ലോ ആദ്യത്തെ പോർണോഗ്രാഫിക് മെറ്റീരിയലുകൾ ലോകത്തന്നെ വലിയ രീതിയിൽ, അതായത് പ്ലേ ബോയ് മാഗസീനാണ് ഫസ്റ്റത്തെ ന്യൂഡിറ്റി കാണിച്ചതെന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ന് കാണുന്ന, നമ്മൾ ലോകത്ത് കാണുന്ന ഒരുവിധം ഈ സെക്ഷൽ പ്രിവേർഷനുകൾക്കൊക്കെ മെയിൻ ഉത്തരവാദി എന്ന് പറയുന്നത് കിൻസിയാണ്. കാരണം നേരത്തെ ബാസിൽ സാർ പറഞ്ഞ പോലെ ചൈൽഡ് അബ്യൂസറാണ് അയാൾ. അതായത് ചെറിയ കുട്ടികളുടെ പിന്നെ സെക്ഷുവാലിറ്റി അളക്കാതെ 3 മാസം പ്രായ കുട്ടികളെ സെക്ഷുവാലിറ്റി അളക്കാതെ, ഇതുപോലുള്ള ആൾക്കാരാണ് ഇവരുടെ ഈ പറയുന്ന ഐഡിയോളജിക്കൽ ഫാദേഴ്സ് എന്നൊക്കെ പറയുന്ന മാതിരി ഇവരെ ഇതാക്കുന്നത്. അപ്പൊ ഇത് എത്രത്തോളം ഡേഞ്ചർ ആണെന്നുള്ളതാ. ഇപ്പൊ വേറൊരാളും കൂടി ഉണ്ടല്ലോ, ജോൺ മണി. ഇയാളെടുത്ത് ഒരു പാരന്റ്സ്, അതായത് അവരുടെ പിന്നെ അവരുടെ ട്വിൻസ് ആയിട്ടുള്ള റൈമർ ട്വിൻസ് എന്നാ പറയാ. കാരണം ഈ 2 ട്വിൻസ് പിന്നെ ഇവരുടെ അടുത്ത് വരികയാണ്, അതായത് ജോൺ മണീൻ്റെ അടുത്ത് വരികയാണ്. ജോൺ മണീൻ്റെ അടുത്ത് വന്നിട്ട് ഇയാളോട്, അതായത് ആ കുട്ടിക്ക് ഒരു സർക്കംസിഷൻ ചെയ്യുന്നുണ്ട്, അതായത് പീനിസ് പുറത്ത് വരാത്തൊരു കണ്ടീഷനിൽ നിന്ന്. അപ്പോൾ അത് സർക്കംസൈസ് ചെയ്തിട്ട് പുറത്ത് കൊണ്ടുവരുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറിൽ എന്ത് സംഭവിക്കും, ട്വിന്നിൽ 2 പേർക്കും ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതിൽ ഒരാൾക്ക് സക്സസ്ഫുൾ ആയി, ഒരാൾക്ക് സക്സസ്ഫുൾ ആയില്ല. എന്തോ പിന്നെ സാങ്കേതിക തകരാറ് കൊണ്ട് അയാളുടെ പീനിസ് നശിച്ചുപോയി. അപ്പം പിന്നെ ഈ പാരൻസിന് എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം ഈ കുട്ടീൻ്റെ പീനിസ് അത് ആ കുട്ടീൻ്റെ സെക്ഷൽ ഓർഗൻ ഇല്ല. അപ്പം സ്വാഭാവികമായിട്ടും ജോൺ മണീൻ്റെ അടുത്ത് വന്നപ്പോൾ ജോൺ മണി അതിന് പറഞ്ഞ പരിഹാരം എന്ന് പറയുന്നത് ഈ കുട്ടീനെ ട്രാൻസിഷൻ ചെയ്താൽ പെണ്ണാക്കി കളി എന്ന് പറഞ്ഞു. അതായത് അദ്ദേഹം ഓൾറെഡി തന്നെ ഇതിനൊരു ഒരാളെ കാത്തു നിൽക്കുകയായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ തിയറി എന്ന് വെച്ചാൽ ആരും ആണായിട്ടോ പെണ്ണായിട്ടൊന്നും ജനിക്കല്ല, മറിച്ച് സമൂഹം അവരെ വളർത്തലിലൂടെ ആണായിട്ടും പെണ്ണാക്കി മാറ്റുകയാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. അതായത് അദ്ദേഹം അതിനുവേണ്ടി പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരാണിനെ പെണ്ണായി വളർത്തിയ പെണ്ണായിക്കോളും എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടി. അപ്പൊ ആ ഒരു സമയത്ത് കൃത്യസമയത്താണ് ഇങ്ങനെ ഒരു ഗോൾഡൻ ചാൻസ് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ പിന്നെ പാരന്റ്സിനോട്, ആ കുട്ടികളുടെ പാരന്റ്സിനോട് അദ്ദേഹം പറയാണ്, ഇതാ ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു പ്രയാസമുണ്ട്, പെനിസ് കട്ടായി പോയി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ആണായി ജനിച്ച ബയോളജിക്കലി മെയിലായ കുട്ടിയെ ഞാൻ പെണ്ണായി വളർത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നെ കീഴിൽ എന്ത് ചെയ്യാണ്, ഈ കുട്ടി വളരെയാണ്. പിന്നെ 2 കുട്ടികളുണ്ട് തോന്നുന്നു. ഈ കുട്ടിയെ പെണ്ണായിട്ടും മറ്റേ കുട്ടീനെ ആണായിട്ടും വളർത്തുകയാണ്. അപ്പോൾ ഈവൻ ആ വളർത്തലിൽ പോലും പിന്നീട് ഞാൻ വായിച്ചെന്ന് വെച്ചാൽ അതിൽ പോലും ഒരുപാട് തരത്തിലുള്ള പീഡനങ്ങൾ അവർ, അതായത് ആ ട്വിന്നിൽ ഒരാൾക്ക് സംഭവിക്കണ മരുന്ന് ഓവർഡോസ് ആയിട്ട് മരിക്കുകയാണ്, രണ്ടാമത്തെ ആള് ആത്മഹത്യ ചെയ്യാൻ. അല്ല, അതിൽ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് പറയും കഥയുണ്ട്. ഇവരെ പെണ്ണായി വളർത്തി, പെണ്ണിനെ പോലെ വളർത്തി, എന്നിട്ട് അവസാനം
പ്രായപൂർത്തി ആയതിനു ശേഷമാണ് ഇവരിങ്ങനെ ചോദിക്കുന്നത്, പാരൻസിനോട് ചോദിക്കുന്നത് എന്താ എനിക്കിങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ പാരൻസ് പറയാണ് ഇങ്ങനെയാണ് സംഭവിച്ചത്, ആണായിട്ടാണ് ജനിച്ചത് എന്നുള്ള ആ ഒരു കഥ പറഞ്ഞപ്പോൾ ഇവർ പിന്നെ ആണായി ജീവിക്കുകയാണ്. അത് 2000 ഇയാളുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിൽ ഇയാൾ പറയുന്നുണ്ട്, ഈ ഡേവിഡ് റൈമർ പറയുന്നുണ്ട്, പിന്നെ എനിക്കൊരിക്കലും അത് ഞാൻ ഫുൾ, അതായത് ഇയാൾ എങ്ങനെയൊക്കെയാണ് വളർത്തിയതെങ്കിൽ ഇയാൾ കൺഫ്യൂഷനിൽ തന്നെ ആയിരുന്നു. പിന്നെ ആണായി ജീവിച്ചു. പിന്നെ പക്ഷേ ഈ കുറേ പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെയാണല്ലോ, ഒരുപാട് പ്രയാസങ്ങൾ അവസാനം ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഏത് പറയാൻ ചോദിച്ചാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ NSS ക്യാമ്പുകളിൽ പഠിക്കാനുള്ള ഒരു മൊഡ്യൂള്, അപ്പോൾ ആ മൊഡ്യൂളിൽ ഉള്ളൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു സമൂഹം ആണായി വളർത്തിയ ആണാകും, പെണ്ണായി വളർത്തിയ പെണ്ണാകും എന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. ജോൺ മണി അത് പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എക്സ്പെരിമെന്റ് നടന്നിട്ടുണ്ട്. പക്ഷെ അവസാനം എന്താ സംഭവിച്ചത്, ആണിനെ പെണ്ണാക്കി വളർത്തി, പിന്നെ അവസാനം അയാൾ ആണാവുകയും ചെയ്തു. എന്നിട്ട് ഈ പ്രശ്നങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു സംഭവം, ആ എൻഡ് റിസൾട്ടോ ഒന്നും പറയാതെ ജോൺ മണി അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ സയൻസ് പറച്ചിലിന്റെ ഒരു രൂപം. അതായത് അയാൾ ഒരിക്കൽ പോലും ജോൺ മണി ഒരിക്കൽ പോലും അപ്പോളജൈസ് ചെയ്തിട്ടില്ലല്ലോ. ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ഒരു റിഗ്രറ്റ് അയാൾക്കില്ലായിരുന്നു എന്ന് പറഞ്ഞത്. കാരണം അയാൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു, അതൊരു ടോപ്പ് ഫെയിലിയർ ആയിരുന്നു. എന്നാൽ പോലും അയാൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് പറയില്ല, ഒരു അഡ്മിഷൻ ഉണ്ടാവില്ല ഇങ്ങനെ സംഭവിച്ചു, അതൊന്നും അയാൾ നടത്തിയിട്ടില്ല. പോരാത്തതിന് ഈ പിന്നെ കുട്ടി ആത്മഹത്യ ചെയ്തത്, അത് ഡേവിഡ് റൈമർ 38 വയസ്സെന്നൊക്കെ പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിൽ യങ് ആണ്. ആ ഒരു ഏജിൽ അയാൾ ആത്മഹത്യ, അയാളോട് ചെയ്ത ഇൻജസ്റ്റിസ് അല്ലേ. പക്ഷെ അതേ ആളെ തന്നെ NSS ക്യാമ്പിൽ അതായത് ഒരു വലിയ ഫിഗർ ആയിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു തരം ക്രൈമാണല്ലോ. പിന്നെ ഇപ്പോൾ പുതിയ ഇവരുടെ, അതായത് ഈ പറഞ്ഞ ആക്ടിവിസ്റ്റുകൾ, രാഷ്ട്രീയം പറയുന്ന LGBT രാഷ്ട്രീയം പറയുന്ന ആക്ടിവിസ്റ്റുകളുടെ ഇടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടല്ലോ. വളരെ രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിനു വേണ്ടി എല്ലാം മറന്ന് പോരാടുന്ന ആളുകൾക്ക് പോലും ശരിക്കും ഇതിന്റെ ആശയങ്ങൾ എന്താണെന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ്. അതിൽ ഈ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ, ഇപ്പം ഇവർ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, ട്രാൻസ് വുമൺ ആർ വുമൺ. അതായത് ഒരാണ് പെണ്ണായിട്ട് പറഞ്ഞാൽ അവർ പെണ്ണാണ്, പൂർണ്ണമായും പെണ്ണാണ്. പിന്നെ അതിൽ വേറെ ട്രാൻസ് എന്ന് ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല, പൂർണ്ണമായും ഒരു പെണ്ണായിട്ട് കൂട്ടിയാൽ മതി. ഇതൊരു ഈ ഐഡിയോളജി അല്ലെങ്കിൽ ഈ ആശയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവര് പിന്നെ ഒരാണ് പെണ്ണാണെന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ കൂടെ മത്സരിക്കാമെന്നും എല്ലാ നിലക്കും അവരെ പെണ്ണായി കൺസിഡർ ചെയ്യണം എന്നുള്ളതൊക്കെ പറയുന്നത്. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ കേരളത്തിലുള്ള പല ആക്ടിവിസ്റ്റുകളോടും ചോദിച്ചാൽ അങ്ങനെ ഇല്ലല്ലോ, അങ്ങനെ നമ്മൾ പറയുന്നില്ലല്ലോ, അവരെ ട്രാൻസ്ജെൻഡർ ആയിട്ട് കൂട്ടിയാൽ പോരെ. അതായത് ഇവര് ട്രാൻസ് വുമൺ എന്ന് പറഞ്ഞാൽ ഒരു യാത്ര ചെയ്തു എന്നുള്ളതല്ല എന്റെ അർത്ഥം. അതായത് ആണിൽ നിന്ന് പെണ്ണിലേക്ക് പോയി, പെണ്ണിൽ നിന്ന് ആണിലേക്ക് പോയി, അവിടെ എത്തിയ ഒരാളെ വീണ്ടും ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ട്രാൻസ് മെൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവര് പല ആളുകളും പറയുന്നത് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ആയിട്ട് കൂട്ടിയാൽ മതി. ഇത് ശരിക്കും പറഞ്ഞ ജെൻഡർ പൊളിറ്റിക്സിന്റെ വിരുദ്ധമായിട്ടുള്ള ഒരു ആശയമാണത്. കാരണം അവര് പെണ്ണായി അവരെ ജെൻഡർ പറയുന്നുണ്ടെങ്കിൽ അവര് പെണ്ണാണ്. പിന്നെ വേറൊരു ചോദ്യം ഉണ്ട് ബാസിൽ സാർ, അതായത് ഇപ്പൊ ഇന്റർനെറ്റിൽ ഭയങ്കര സെൻസേഷനായ 2 ലൈൻസ് ഉണ്ട്, അതായത് 2 സെന്റൻസ് ഉണ്ട്. അതിലൊരു സെന്റൻസ് അതാണ്, ഹൗ മെനി ജെൻഡേഴ്സ് ആർ ദർ, എത്ര ജെൻഡറുകൾ ഉണ്ട്. നമ്മളിപ്പോൾ നമുക്കറിയാം, നമ്മൾ പറയും LGBT അത്ര അല്ലല്ലോ ഉള്ളത്. ഞാൻ അടുത്ത കാലത്ത് ചെക്ക് ചെയ്തപ്പോൾ അതിനൊരു എൻഡ്ലെസ് ആണ്, ഞാൻ വായിച്ചിട്ട് തീരില്ല. പിന്നെ എന്താ പറയാ, അത് PS മോർഗൻ ഷോയിൽ PS മോർഗൻ ചോദിക്കുന്നുണ്ട്, പിന്നെ ഹൗ മെനി ജെൻഡേഴ്സ് ആർ ദർ, ഇവർക്ക് പറയാൻ കഴിയുന്നില്ല. ആദ്യത് 60-something ആയിരുന്നു, ആദ്യം 3 ആയിരുന്നു, പിന്നെ അത് ഇങ്ങനെ കൂടി 60 ഒക്കെ ആയി. ഇപ്പൊ ഞാൻ അവസാനത്തെ കണക്ക് ഏകദേശം 148 150-something ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അത്രയും ജെൻഡറുകൾ ഉണ്ട് എന്നല്ല. പക്ഷെ ഇതിൽ വേറൊരു വിഷയം കൂടി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ LGBT എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്താണെന്ന് വെച്ചാൽ LGBTQIA+, ഓട്ടിസം നമ്മൾ വേണം, ബ്ലൈൻഡ് ആഡ് ചെയ്യണം എന്നാണ്. എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നല്ല പറയാ LGBTQIA പിന്നെ BA എന്ന് നമ്മൾ പറയും, എന്ന് വെച്ചാൽ ബ്ലൈൻഡ് ഓട്ടിസം. പക്ഷെ അത് പിന്നെ ഒരു ചോയ്സ് അല്ലല്ലോ. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്ന് വെച്ചാൽ ഓട്ടിസം ബാധിച്ച കുട്ടികളെ അവരെ ചേർത്ത് പിടിക്കണം എന്നുള്ള കാര്യത്തിൽ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ബ്ലൈൻഡ് ആയ ആളുകൾ
അവർക്കൊക്കെ ഇന്റർസെക്സ് ആയ ആൾക്കാരെ ഇന്റർസെക്സിന്റെ വിഷയം. അപ്പൊ ഇതില് സംഭവിക്കുന്ന വെച്ചാൽ ഇവര് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്പെക്ട്രത്തിൽ പരമാവധി ആളുകൾ ഇങ്ങനെ ആഡ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, നമ്മളൊന്ന് പറയണേ, ഞാൻ എന്നോട് ചോദിക്കാണ് LGBTQIA+ന്റെ കൂടെ ഉണ്ടോ? അപ്പൊ ഞാൻ പറയണേ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്ലൈൻഡുകളുടെ അവകാശത്തിനെതിരാണ്, ഓട്ടിസത്തിന്റെ ഇന്റർസെക്സിന്റെ അവകാശങ്ങൾക്കെതിരാണ്. ഇതാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഇങ്ങനെയുള്ള വളരെ ജെന്യൂൻ ആയ വലിയൊരു പിന്നെ അംബ്രലാക്കി മാറ്റാൻ, എന്നിട്ട് ഇതിൽ വളരെ ജെന്യൂൻ ആയ ഇഷ്യൂസ് ആഡ് ചെയ്യാം. ഇതുപോലെ ഇന്റർസെക്സ് പോലെ, ബ്ലൈൻഡ് പോലെ, ഓട്ടിസം പോലെ ഉള്ളത് ആഡ് ചെയ്യാം. പക്ഷെ അത് പിന്നെ നേരത്തെ പിന്നെ മാഷ് പറഞ്ഞ മാതിരി തന്നെ ഈ LGBTQ കമ്മ്യൂണിറ്റിയിൽ തന്നെ കുറെ ടൈപ്പ് ആൾക്കാർ, ഐ മീൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ 2S LGBTQ, 2 സ്പിരിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ LGBTQ വരെയുള്ളുണ്ട്, LGBTQI വരെയുള്ളുണ്ട്, LGBTQIA സെക്ഷലും, ഐ മീൻ പലതുണ്ട്. ഇവരോട് പലരോട് ചോദിച്ചാൽ ഇവർ പറയും ഇന്റർസെക്സിനെ അതിൽ കൂട്ടാൻ പറ്റില്ല, അത് ദാറ്റ്സ് എ ബയോളജിക്കൽ കണ്ടീഷൻ, അല്ലെങ്കിൽ അത് ആ ഒരു മെഡിക്കൽ ഒരു അഡ്രസ് ചെയ്യേണ്ട വിഷയമാണ്. അതൊരു ചോയ്സ് അല്ല ഒരിക്കലും ഒരാളെ അപ്പം അങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ ഇവർ, എനിക്ക് തോന്നുന്നത് ഈ ഇന്റർസെക്സ് എന്ന് പറയുന്നത് സ്കേപ്പ് ഗോഡ്സ് ആണെന്ന് തോന്നാറുണ്ട്. ബലിയാടുകളുമാതിരി ഈ പറയുന്ന ഈ ബാക്കിയുള്ള എന്താ പറയാ ഈ വിഷയങ്ങൾ, മെഡിക്കൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക, അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ ആവശ്യം കൂടി ലെജിറ്റിമൈസ് ആവും. അതാണ് സംഭവിക്കുന്നത്. എന്നുവെച്ചാൽ ഇന്റർസെക്സിന്റെ ഇപ്പൊ ഓൾറെഡി ഉള്ളതിൽ തന്നെ ഇന്റർസെക്സിന്റെ വിഷയം നമുക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. ബയോളജിക്കൽ കണ്ടീഷനാണ്. 2 ലിംഗത്തോടു കൂടി ജനിക്കുന്ന ആളുകൾ, അവർക്ക് സർജറിയോ എന്താണോ അതിന്റെ പരിഹാരം അതിലേക്ക് പോകണം. പറ്റൂല എന്നുണ്ടെങ്കിൽ അവർ ആ രൂപത്തിൽ തന്നെ ജീവിക്കാൻ ഏറ്റവും നല്ലൊരു കണ്ടീഷൻ ഉണ്ടാക്കി കൊടുക്കണം. ഇതിൽ സംശയമില്ല. ഇത് മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇതിന്റെ ബാക്കിലൂടെ ഈ ഹോമോസെക്ഷുവാലിറ്റിയും ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ ഒളിച്ചു കടത്തുകയാണ്. ഇനി ആ ഒളിച്ചു കടത്തുന്നതിന് മുമ്പിൽ വെക്കാനുള്ള സാധനങ്ങളായി ഇനി ബ്ലൈൻഡും ഓട്ടിസും ഒക്കെ വരും. അല്ലാതെ അത്ര ചർച്ചകൾ ഇങ്ങനെ നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് സ്വാഭാവികമായിട്ടും പറയാലോ. ഇപ്പൊ പറഞ്ഞ എന്താണ്, അവരൊക്കെ മൈനോറിറ്റീസ് ആണ്. അപ്പോൾ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റികളുടെ മൊത്തത്തിലുള്ള ഒരു കൂട്ടമായി LGBTQI ഈ സാധനം മാറും. അപ്പൊ എന്ത് ചെയ്യുന്നു, അവരുടെ ജെന്യൂൻ ഇഷ്യൂസ് അവിടെ മുന്നിൽ വെക്കുമ്പോൾ നമുക്കാർക്കും ഒറ്റ നോട്ടത്തിൽ ഇതിന്റെ കൂടെ നിൽക്കുന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തീർന്നല്ലോ. അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാർ ഞാൻ ഇതിന്റെ കൂടെ ഉണ്ട്, ഇതിന്റെ കൂടെ. അതെ, അവിടെയാണ് ഞാൻ പറഞ്ഞത് ആ ടെർമിനോളജി തന്നെ പൊളിറ്റിക്സ് ആണ്. LGBTQIA+ എന്നുള്ള ടെർമിനോളജി തന്നെ പൊളിറ്റിക്സ് ആണ്. കാരണം ആദ്യത്തെ 3 സെക്ഷുവാലിറ്റിയാണ്, 4മത്തത് ഐഡന്റിറ്റിയാണ്, ട്രാൻസ്ജെൻഡറിസം എന്ന് പറഞ്ഞ ഐഡന്റിറ്റിയാണ്. അസെക്ഷൽ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, സെക്ഷൽ ഓറിയന്റേഷൻ തന്നെ ആരോടും തോന്നാത്ത രൂപത്തിലുള്ള ആളുകളാണ്. അതേപോലെ ഇന്റർസെക്സ് ആണെങ്കിൽ ബയോളജിക്കൽ കണ്ടീഷനാണ്. ഇങ്ങനെ പലതാണ്. അപ്പൊ ഇതിൽ പലതിനെയും കൂടെ ഒരു കൊടക്ക് കീഴിൽ നിർത്താൻ ശ്രമിക്കുക, എന്നിട്ട് അതൊരു പൊളിറ്റിക്സ് ആയിട്ട് അവതരിപ്പിക്കുക. ഒറ്റ ചോദ്യമാണ്, ഇതിന്റെ കൂടെ ഉണ്ടോ ഇല്ല, യെസ് ഓർ നോ. അതിനപ്പുറത്തേക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ ശരിക്കും ഈ ടെർമിനോളജിനെ തന്നെ ചോദ്യം ചെയ്യാന്നുള്ളതാണ്. LGBT കൂടെ നിൽക്കുന്നുണ്ടോ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ യെസ് ഓർ നോ പറയാൻ ഒരുക്കല്ല ഞാൻ എന്നുള്ളതാണ് അതിന്റെ മറുപടി. അവിടെ ഓരോന്നും വ്യത്യസ്തമായതിനെ വ്യത്യസ്തമായി കണ്ടുകൊണ്ട് തന്നെ മാറ്റ് വാൽഷ് ഒരു പിന്നെ ഡോക്യുമെന്ററി ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വാട്ട് ഈസ് എ വുമൺ. ഇവരോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഒരു പെണ്ണ്, വാട്ട് ഈസ് എ വുമൺ. ഇവർ സ്ട്രഗിൾ ചെയ്യും, ഇവർക്ക് പറയാൻ കഴിയുന്നില്ല. ത്രൂ ഔട്ട് ആ ഡോക്യുമെന്ററി നിങ്ങൾ കാണണം എന്തായാലും. ആ ഡോക്യുമെന്ററിയിൽ ത്രൂ ഔട്ട്, അതായത് ആ ഒരു 1 മണിക്കൂർ 30 മിനിറ്റോ അങ്ങനെ എന്തോ ഉണ്ട്, ആക്ടിവിസ്റ്റുകളെ നിരന്തരം ഇരുത്തിയിട്ട് ചോദിക്കട്ടെ വാട്ട് എല്ലാവരോടും ചോദിക്കട്ടെ. പല ആളുകളും കോൺഫിഡന്റ് ആയിട്ട് പറയുന്ന മറുപടി എന്ന് വെച്ചാൽ വുമൺ ഈസ് സംവൺ ഹു ഐഡന്റിഫൈസ് ആസ് എ വുമൺ. അതായത് പെണ്ണെന്ന് പറഞ്ഞാൽ പെണ്ണായി ഐഡന്റിഫൈ. അപ്പൊ ആ പെണ്ണെന്താ, അതിങ്ങനെ കറങ്ങാന്നല്ലാതെ അതിലൊരു തീരുമാനം ആവാത്ത. എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ പെണ്ണിന്റെ അവകാശങ്ങൾ, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞ അവസാനം പെണ്ണെന്താണെന്നുള്ള ചോദ്യത്തിന് പോലും ഉത്തരമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇത് അവസാനം ചെന്ന് എത്തുന്നത് എന്നുള്ളത്. അതായത് പിന്നെ ഇതിന്റെ ക്യൂർ തിയറി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇവർ ഇതിന്നൊരു സാധനം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ക്യൂർ തിയറിയിൽ ഇവർ പറയുന്നത് അത് പക്ക എന്താ പറയാ പോസ്റ്റ് മോഡേണിസം ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് പിന്നെ സംഗതി ആയതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ബേസ്ഡ് ആണുള്ളത്. ലാംഗ്വേജ് അതായത് പറയുന്നത് പവർ സ്ട്രക്ചർ, അതായത് നമ്മളെ കയ്യിൽ അധികാരവും ലാംഗ്വേജും ഉള്ളതുകൊണ്ടാണ് എന്ത് പറയുന്നത് ഈ പറയുന്നത്. അതിന് ജൂഡിത്ത് ബട്ട്ലർ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ പണ്ട് ഈ പള്ളിയിലെ അച്ഛന്മാർ ഒരു കല്യാണം കഴിയുമ്പം ഇപ്പം നിങ്ങളെ ഞാൻ പിന്നെ ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയായി, അല്ലെങ്കിൽ ഐ ഡിക്ലെയർ മാൻ ആൻഡ് വൈഫ്. അപ്പോൾ അതിൽ ആ പിന്നെ പ്രീസ്റ്റ് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് അയാളുടെ അതോറിറ്റി, പവർ, അയാൾക്കുള്ള പവർ സ്ട്രക്ചർ. 2
പിന്നെ അയാൾ ഡിക്ലെയർ ചെയ്യാണ് ഈ രണ്ട് കല്യാണം കഴിച്ചത് ആണാണ് പെണ്ണാണെന്ന്. ജൂഡിത്ത് ബട്ട്ലർ പറയുന്നുണ്ട് നമ്മൾ അതിനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടതെന്ന്, അതിനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെയല്ല ഉള്ളത്. അത് ആ പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ അതായത് ഈ പിന്നെ ജൂഡിത്ത് ബട്ട്ലർ സ്വയം ഞാൻ ക്യൂറാണെന്നുള്ള ഞാൻ ക്യൂർ ഐഡന്റിറ്റിയിലുള്ള ഒരാളാണെന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. എന്നിട്ട് പറയുന്നത് അതായത് ഇതിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും. അതായത് ഇവർ ഈ ബയോളജി ഉണ്ടല്ലോ, അതായത് ഒരാളെ സെക്സ് തീരുമാനിക്കുന്നത് അയാളെ ബയോളജിക്കൽ ട്രൈറ്റ്സ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ അയാൾ ആണാണോ പെണ്ണാണോ തീരുമാനിക്കുന്നത് അയാളുടെ ബയോളജിക്കൽ ട്രൈറ്റ്സ് എന്നുള്ളത് മാറ്റി അതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്, അതിനെന്താ പറയാ, സാമൂഹിക നിർമ്മിതിയാണ് ഇത്. പിന്നെ ബാസിൽ സാർ ഒരു ഇതിൽ ചോദിക്കുന്നുണ്ട്, ശീതൽ ശ്യാമിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, കോൺട്രഡിക്ടറി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, 2 മിനിറ്റോ അങ്ങനെ എന്തോ ആണ് അതിന്റെ പിന്നെ ലെങ്ത് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഗർഭപാത്രത്തിൽ നിന്ന് എന്താന്നുണ്ട് ഒരാളെ ഐഡന്റിറ്റി, ജെൻഡർ ഐഡന്റിറ്റി വരുന്നുണ്ട്. അടുത്തൊരു സെഷനിൽ വന്നിട്ട് പറയാന് ഞാൻ ചോദിക്കുന്ന ഇതാണ്, ജെൻഡർ എന്താണ്, ജെൻഡർ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? അപ്പൊ അവിടെ വളരെ ഇവർ സ്ഥിരമായി പറയുന്ന ഒരു മറുപടിയാണത്, ആദ്യം പറഞ്ഞ മറുപടി. അതായത് ഒരാളുടെ ഗർഭപാത്രത്തിൽ തന്നെ നിശ്ചയിക്കപ്പെടുന്ന ഒന്നാണ് ജെൻഡർ. അപ്പം വളരെ സിമ്പിൾ ആയിട്ട് അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത്തെ അതേ കാര്യം എന്താണ് നിശ്ചയിക്കപ്പെടുന്നതെന്ന് ചോദിക്കുമ്പം രണ്ടാമത്തെ മറുപടി എന്താ വെച്ചാൽ അതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്, അതായത് സാമൂഹ്യ നിർമ്മിതി. അപ്പോൾ ഞാൻ അവിടെയാണ് രണ്ടാമത് ചോദിക്കുന്നത്, ഗർഭപാത്രത്തിൽ തന്നെ നിശ്ചയിക്കപ്പെടുന്നതാണെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്ട് ആവില്ലല്ലോ, കൺസ്ട്രക്ട് ആണെങ്കിൽ ഗർഭപാത്രത്തിൽ. അപ്പോൾ ഇത് അവർക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതിൽ വേറെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഇതിലുണ്ട്. വെച്ചാൽ ഇവരിത് ഒന്ന് സയന്റിഫിക്കൽ അല്ല. ഏതെന്ന് ചോദിച്ചാൽ ഈ ഡോക്ടർ എബ്രാസോന്റെ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ അവർ ഒന്നാമത്തെ ചാപ്റ്റർ അത് തുടങ്ങുന്നത്, എൻഡ് ഓഫ് ജെൻഡറിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് എ വാർ അഗെയിൻസ്റ്റ് ബയോളജി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ബയോളജിക്കെതിരായ യുദ്ധമാണ്, ശാസ്ത്രത്തിനെതിരായ യുദ്ധമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല ഇപ്പം ഈ കേരളത്തിൽ തന്നെ ഈ ക്യൂർ അല്ലെങ്കിൽ LGBT പൊളിറ്റിക്സിൻ്റെ ഭൗതികമായി അതിനെ വിശദീകരിക്കുന്ന ആളുകൾ, അവർ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ശാസ്ത്രമൊക്കെ പലപ്പോഴും ഒരു ഫോബിക്കാണെന്നാണ്. നമ്മുടെ ശാസ്ത്ര ടെക്സ്റ്റ് ബുക്കുകൾ ഫോബിക്കായ ടെക്സ്റ്റ് ബുക്കുകളാണെന്നാണ്. കാരണം എന്താ, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ മെയിൽ ഓർഗൻസ്, ഫീമെയിൽ ഓർഗൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, മെയിൽ ട്രേറ്റ്സ്, ഫീമെയിൽ ട്രേറ്റ്സ്. അത് സോഷ്യലി കൺസ്ട്രക്റ്റ് ആണ്, അത് ഫോബിക്കാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു ആശയം തന്നെയാണ്. എന്ത് ശാസ്ത്രം എന്ത് തന്നെ പറഞ്ഞാലും ഞങ്ങളുടെ തോന്നലുകൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടേ പോകുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതാണ് നമുക്ക് അവിടെ ഫാക്ട്സ് നേരത്തെ പറഞ്ഞ ഫീലിങ്സ് ഓവർ ഫാക്ട്സ്, അതായത് ഫാക്ട്സ് അവിടെ ഉണ്ട്, പക്ഷെ അതൊന്നും യാഥാർത്ഥ്യം എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് തോന്നുന്നത് അത് ഒരു തരം വെല്ലുവിളി കൂടിയാണ്. യാഥാർത്ഥ്യത്തോടുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ സയൻസിനോടുള്ള യുദ്ധം, സാമൂഹികമായ ഒരു സ്റ്റെബിലിറ്റിയോടുള്ള യുദ്ധം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു LGBT പൊളിറ്റിക്സിനെ വിശദീകരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ അതിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം ഈ ഒരു സംഗതിയെക്കുറിച്ച് ഇതൊരു പിന്നെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും മുഖ്യധാരയിൽ കൊണ്ടുവന്നിട്ട് ഇതൊരു പിന്നെ ഈ ഒരു പൊളിറ്റിക്സ് വളരെ ലിബറലായിട്ട് ജനങ്ങളിലേക്ക്, വളരെ സ്വതന്ത്രമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ സിനിമ ഇപ്പം കുറച്ചായിട്ട് പിന്നെ ലോകതലത്തിൽ തന്നെ ഉണ്ട്, മലയാളത്തിൽ ഒരുപാട് സിനിമകൾ വന്നു. അതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ കാതൽ എന്ന് പറയുന്നൊരു സിനിമ വന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടെ പിന്നെ ഈ ഒരു തലത്തിൽ, അതായത് ഇവരുടെ ആക്ടിവിസം എന്ന് പറയുന്നത് പിന്നെ വൈഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ ഇപ്പം നമുക്കറിയാലോ, നമ്മുടെ ഒരു മനുഷ്യ സമൂഹം തന്നെ നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ ആൺപെൺ, അങ്ങനെയാണ് നമ്മുടെ പിന്നെ ഇപ്പം ശാസ്ത്രീയമായിട്ട് പറയാം, നരവംശ ശാസ്ത്രം തന്നെ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ലെസ്ബിയൻ, ഗേ എന്ന് പറയുന്ന സംഗതി. ഇപ്പം മതങ്ങൾ എന്ന് പറയുന്നതിലപ്പുറം നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ മനുഷ്യവംശം ഇത് മാനവികമാണോ അല്ലെങ്കിൽ പ്രകൃതിക്ക് ഇണങ്ങുന്നതാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ചോദ്യം പോലും നമ്മൾ പറയുന്ന സാംസ്കാരിക പരിസരത്ത്, സിനിമാ പരിസരത്ത് ഒന്നും ഈ ചോദ്യം പോലും വരുന്നില്ല. അവർക്ക് പ്രശ്നമുണ്ട്, അവരെ പരിഗണിക്കണം, അവരെ ഇതാക്കണം എന്നുള്ളതിലപ്പുറത്തേക്ക് പ്രകൃതി എന്ത് പറയുന്നു അല്ലെങ്കിൽ ശാസ്ത്രം എന്ത് പറയുന്നു എന്നുള്ള ചോദ്യം പോലും അവിടെ വരുന്നില്ല. അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരു വരവും ഇതിലുള്ള ഒരു മാറ്റമൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അമേരിക്കയിൽ ഗേ മൂവ്മെന്റുകൾ അവരെങ്ങനെയാണ് പിന്നെ നമ്മളിനി വർക്ക് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് അവർ തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ആഫ്റ്റർ ദ ബോൾ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ പുസ്തകത്തിൽ അവർ കൃത്യമായിട്ട് പറയുന്നത്, നമുക്കത് വായിച്ചാൽ ശരിക്കും ഇപ്പോൾ വിടുന്നിട്ട് വായിച്ചാൽ നമ്മളെ സൊസൈറ്റിയിൽ ഇതുവരെ ഇവിടെ എത്തി, ഇനി എവിടേക്കാണ് എത്താൻ പോകുന്നത് നമുക്കിപ്പോൾ തന്നെ ഭാവി പ്രവചിക്കാൻ ജോലിസിനെന്നാവണ്ട. അതെ. അപ്പോൾ അതേപോലെ അതായത് അവർ പറഞ്ഞത് വെച്ചാൽ ഇങ്ങനെ കുറേ ഒച്ചപ്പാടുണ്ടാക്കി പിന്നെ ഇതാക്കിയോണ്ട് കാര്യമില്ല. അവർ ആദ്യം ചെയ്ത സംഭവം
സംഭവം അതാണല്ലോ, കലാപങ്ങൾ ഉണ്ടാക്കുക, അതായത് സ്റ്റോൺ വാൾ കലാപങ്ങൾ, അതൊക്കെ അതുകൊണ്ടല്ല കാര്യം. അതുകൊണ്ട് ആൾക്കാർ ഇപ്പോൾ ഭയങ്കര അതിനെതിരെ വലിയ ജാഗ്രത ഉണ്ടാവുകയാണ് ചെയ്യുക. അതല്ല വേണ്ടത്. നമുക്ക് വളരെ പിന്നെ ശാന്തമായി ആരും അറിയാതെ വളരെ നോർമലൈസേഷൻ എന്നുള്ളതാണ് അതിൻ്റെ കീ. നോർമലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് സമൂഹത്തിൻ്റെ ഭാഗമാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ LGBT ക്യാരക്ടേഴ്സ് അത് കൂടുതലായി സൊസൈറ്റിയിൽ വിസിബിലിറ്റി ഉണ്ടാവണം. ഇത് ഒരു ഭയങ്കര പിന്നെ എന്താ പറയുക സമരത്തിന് വേണ്ടി ഇറങ്ങുന്ന LGBT-ക്കാരല്ല, വളരെ നോർമലായി നമ്മളെപ്പോലെ എന്ന് തോന്നിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവണം. അത്തരം പരസ്യങ്ങൾ ഉണ്ടാവണം, അത്തരം സിനിമകൾ ഉണ്ടാകണം. ഇതൊക്കെ കൊണ്ട് നമ്മൾ സ്ഥിരമായി ദിവസവും നമ്മൾ ഇങ്ങനെ തന്നെ കാണുകയാണ്. അപ്പോൾ ഒരു തരത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നോർമലൈസേഷൻ എന്ന് നമുക്ക് പറയാം. അത് സംഭവിക്കുന്നതോടെ ഇതൊരു സൊസൈറ്റിന്റെ ഒരു വളരെ നോർമലായ ഒരു ഭാഗമായി മനസ്സിലാക്കുകയും ഇത് ഒരു വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കേസായി ആളുകൾ എടുക്കുകയും ചെയ്യും. എന്നിട്ട് ഈ ആശയങ്ങൾ പതിയെ അതിലൂടെയൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സൊസൈറ്റിയിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ ഒറ്റയടിക്ക് വന്നിട്ട് മറ്റേത് ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ആ ഒരു അതിന് കുറേ പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അത് അതേപടി അമേരിക്കയിൽ നടപ്പിലാക്കി ഇന്ന് യൂറോപ്പ് ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാം. അമേരിക്കയിലും യൂറോപ്പിലും ഇപ്പോൾ കേരളത്തിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമകളിലൂടെയും ഇപ്പോൾ ബിഗ് ബോസ് എന്നുള്ള റിയാലിറ്റി ഷോ, അപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ സീസൺ 6 അങ്ങനെ എന്തോ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 6 വർഷത്തോളമായി നടക്കുന്നൊരു റിയാലിറ്റി ഷോ ആണ്. അതിൽ സാധാരണ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള റെപ്രസെന്റേറ്റീവ്സിനെ അവിടെ ഒരു വീട്ടിൽ അടച്ചുകൂട്ടി ഇതാക്കുന്നതാണ്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള ആളുകളെ എന്ത് ചെയ്യണം, റെപ്രസെന്റേഷൻ വരണം എന്നുള്ളതാണ് അവരുടെ ഒരു. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഓരോ സീസണിലും എടുത്ത് നോക്കുക. ആ സീസണുകളിൽ അപ്പോൾ ഏകദേശം 15-16 എത്ര ആളുകളാണ് ഒന്നിലുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ഒരു 2-3 ഒക്കെ ഈ ഇത്തരം ആളുകൾ ഉണ്ടാവും, LGBT അനുകൂലികളായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ആളുകളായിട്ടുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ ആലോചിച്ചൊക്കെ ഒരു മൊത്തം സൊസൈറ്റി എടുത്താൽ ആകെ 15-ൽ 2, 3, 4 ഒക്കെ വരുന്ന രൂപത്തിൽ അത്രയും സാധാരണ ആണ്. ഇത് എല്ലായിടത്തുണ്ട് എന്ന് പറഞ്ഞ നോർമലൈസേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ഓവർ റെപ്രസെന്റേഷൻ കൊടുക്കാൻ. അപ്പോൾ 15-ൽ അല്ലെങ്കിൽ 16-ൽ 3, 4 എന്നൊക്കെ പറഞ്ഞാൽ എത്രയാണ്? അതിലൊരു 4-1 വരും അല്ലേ? അപ്പൊ അത്രയും LGBT ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഇത്തരം ആളുകൾ ഇവിടെ ഇല്ല. അത്തരത്തില് പിന്നെ ഇപ്പോ അതിൽ വന്നിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണല്ലോ ഈ റിയാസ് സലീം. നിങ്ങളേറ്റ് എന്താ പറയുക വിളിച്ചിട്ട് എന്നില്ലാന്നോ? അത് ആ സംഭവം എന്ന് വെച്ചാൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരത്തുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ KSU ഒരു സംവാദം നടത്താൻ വിചാരിച്ചു. ഈ ശീതൽ ശ്യാമായിട്ടുള്ള ഡിബേറ്റിന് ശേഷമാണ്. അവിടെ ഈ LGBT പൊളിറ്റിക്സ് നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ക്യാമ്പസിൽ. അപ്പോൾ അവർ വിചാരിച്ചു ഏത് വിഷയമാണെങ്കിലും നമ്മളെന്താ ചെയ്യില്ല, അതിന് 2 വിഷയങ്ങളൊക്കെ സംവാദം നടത്തുക എന്നുള്ളതാണ് പൊതുവിൽ ക്യാമ്പസിൽ അതാണല്ലോ രസം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്തു, ഒരു സംവാദം നടത്താൻ തീരുമാനിച്ചു. LGBT പൊളിറ്റിക്സ് അത് സമൂഹത്തിന് ഗുണമോ ദോഷമോ, ഇതാണ് അവർ വെച്ച ടൈറ്റിൽ. അപ്പോൾ അതിൽ എന്നെയാണ് ഇതിൻ്റെ LGBT പൊളിറ്റിക്സ് സമൂഹത്തിന് ദോഷമാണ് എന്ന് പറയാൻ എന്നെയാണ് വിളിച്ചത്. ഇതിന് ഗുണമാണ് എന്ന് പറയാൻ ഈ പറഞ്ഞ റിയാസ് സലീം, ബിഗ് ബോസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള റിയാസ് സലീമിനാണ് വിളിച്ചത്. അദ്ദേഹം നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, റിയാസ് സലീമിനെ ആളുകൾ മനസ്സിലാക്കുന്ന തന്നെ ഈ LGBT പൊളിറ്റിക്സ് ഏറ്റവും നന്നായി വിശദീകരിച്ച ആളുകൾക്ക് ഏറ്റവും നല്ല സിമ്പിളായി വിശദീകരിച്ചിട്ടുണ്ടോ ഈ ബിഗ് ബോസിൽ. എവിടെ ഞാനൊരു ക്ലിപ്പ് കണ്ടു, അങ്ങനെ വിശദീകരിച്ചായിട്ട് കണ്ടു, വല്ലാതെ അങ്ങനെ ഒരു സംസാരമായിട്ടെന്നല്ല. അപ്പോൾ ഏതായാലും അങ്ങനെ ആ രൂപത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയാണ് അവർ അദ്ദേഹത്തെ വിളിച്ചത്. 2 കൂട്ടരും ഓക്കെ പറഞ്ഞു, ഡേറ്റ് പറഞ്ഞു, സമയം പറഞ്ഞു, എല്ലാം പറഞ്ഞു, റെഡിയായി. അങ്ങനെ എന്ത് ചെയ്തു, ഒരു ഏകദേശം കുറച്ച് 5-6 ദിവസം മുമ്പ് പോസ്റ്റർ ഇറങ്ങിയ സംഭവിച്ചെന്ന് വെച്ചാൽ, പോസ്റ്റർ ഇറങ്ങിയതോടുകൂടി വലിയ വിവാദം. ഇത് നടക്കാൻ പാടില്ല, ഇതെന്താണ് നേരത്തെ പറഞ്ഞ മാതിരി ഒരു മനുഷ്യർക്ക് ജീവിക്കാൻ അവകാശം ഉണ്ടോ എന്നുള്ള ഡിബേറ്റ് ആണോ, അതെന്താണ് നടക്കുന്നത്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് വലിയ കോലാഹലങ്ങൾ. ആകെ ഒരു ഡിബേറ്റ് നടക്കുന്നുള്ളൂ, അല്ലാതെ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ പോയിട്ട് LGBT വിരുദ്ധമായിട്ടൊരു പ്രോഗ്രാം നടക്കുകയല്ല. ജനാധിപത്യം വേണമെന്നുണ്ടെങ്കിൽ ഇത് വേണ്ടേ, സംസാരം നടക്കണ്ടേ, പിന്നെ മറ്റുള്ളവനെ കൂടി കേൾക്കാനുള്ള ഒരു അവസരമാണല്ലോ ജനാധിപത്യം. ഈ പിന്നെ ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് നേരത്തെ ചാപ്പ കുത്തിനെ വിടാം. ഇത് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അത് ഇവർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു സംഗതിയായിട്ട് നിൽക്കുക ചെയ്യുക. അതായത് ഇപ്പം ജോർഡൻ പീറ്റേഴ്സൺ, കാനഡിയൻ പ്രൊഫസറായിരുന്നു ജോർഡൻ പീറ്റേഴ്സൺ. അപ്പോൾ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഇതൊരു പിന്നെ ലാംഗ്വേജിലുള്ള ഒരു ഇതിലുണ്ട്, അതായത് ജെൻഡർ പ്രോനൗൺസ്, ജെൻഡറുകൾക്ക് പ്രത്യേക പ്രോനൗണുകൾ. ഇപ്പൊ നമ്മള് ഹി ഷീ എന്നൊക്കെ പറയുന്ന മാതിരി ഡ ഡി എന്നൊക്കെ പുതിയ സി എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ കുറെ ജെൻഡർ പ്രോനൗൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാനഡിയൻ യൂണിവേഴ്സിറ്റിയിലാണ് തോന്നുന്നത്, അവിടെ പ്രൊഫസറായിരുന്നു ജോർഡൻ പീറ്റേഴ്സൺ. ഇപ്പൊ അയാൾ ഭയങ്കര പോപ്പുലർ ആട്ടോ. അതുവരെ
പിന്നെ നമ്മൾ ലോകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ഒരു കൺസർവേറ്റീവ് വോയിസുകൾ ഇത്രയും ഉയർന്നിട്ടില്ലായിരുന്നു. കാരണം എന്നിട്ട് ഇയാൾ വന്നിട്ട് ഇയാൾ എന്ത് ചെയ്യാണ്, പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. അത് പിന്നെ ഈ പറയുന്ന സംഗതികളൊന്നുമല്ല, ഞാൻ എൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സംഗതികൾ പറയും, അത് ഹെയ്റ്റ് ക്രൈം അല്ല ഒരിക്കലും എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇയാൾ എന്ത് ചെയ്യാണ്, അതായത് ഭയങ്കര പോപ്പുലറായി വരികയാണ്. പിന്നെ ജോർഡൻ പീറ്റേഴ്സിൻ്റെ ശേഷം നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന വെസ്റ്റേൺ സൊസൈറ്റിക്ക് ഇത് മടുത്തിട്ടുണ്ട്, അതായത് എസ്പെഷ്യലി യൂത്തിന്. ആ ഒരു എന്ത് കാണുന്നുണ്ട്, നമ്മളൊരു ഫ്രസ്ട്രേഷൻ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ആൻഡ്രൂ ടേറ്റ്, അതുപോലെ തന്നെ ജോർഡൻ പീറ്റേഴ്സൺ, പിന്നെ ഇവരൊക്കെ അതായത് വരുന്ന പുതിയ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരിൽ ഉണ്ടാക്കിയ ഒരു വലിയൊരു മാറ്റം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. അല്ല, അത് നേരത്തെ ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പം ഈ എത്തീസം എന്ന് പറഞ്ഞ സംഗതി പാശ്ചാത്യ ലോകത്ത് ഒരുപാട് കാലം അത് കഴിഞ്ഞ് അവസാനം അത് ഇപ്പം നമുക്കറിയാം അതിൻ്റെ ഒരു പിന്നെ ആക്ടിവിസ്റ്റുകളൊക്കെ ആയിട്ട് ഇപ്പോൾ കേരളത്തിലൊക്കെ ഇപ്പോൾ അത് ഇങ്ങനെ ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഈ രവിചന്ദ്രൻ സാറും മറ്റേ അതേ സമയത്ത് അവർ ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ പാശ്ചാത്യ ലോകം അതിൽ നിന്നൊക്കെ മാറി ഒരു പുതിയ പിന്നെ സ്പിരിച്വൽ ലോകം തേടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു LGBTQ വിഷയം അവർ തരുന്നത് ഇതാണ് സംഗതി, അതായത് അവരുടെ ഈ അനാർക്കിസം പോലുള്ള ഒരു എന്താ പറയുക, ഒരു ലിബറൽ ആയിട്ടുള്ള ജീവിതം മടുത്തിട്ട് അവർ ശരിക്കും അവർ തരുന്നത് ഒരു ഫാമിലി ലൈഫാണ്. അതാണ് അവരെ പല ഇതില് സാധാരണ നമ്മൾ പറയാറുണ്ട്. ഇപ്പം നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ചും ഒരു 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഫാഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്തായിരിക്കും എന്നറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ജോലിസിനാവേണ്ട കാര്യമില്ല. യൂറോപ്പിലേക്ക് ഒരു 5 വർഷം മുമ്പ് എന്തായിരുന്നു നോക്കിയാൽ ഇവിടെ ഒരു 10 വർഷത്തെ ഒരു ഏകദേശം ഒരു 20 വർഷമായിരുന്നു. ഇപ്പം ഭയങ്കര കുറച്ചും കൂടി ആഗോളവൽക്കരണം എന്നൊക്കെ നടന്നുകൊണ്ട് അതിങ്ങനെ ഗ്യാപ്പ് കുറഞ്ഞു ചവച്ചു തുപ്പും ഇവിടുന്ന് ഏറ്റെടുക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഇത് ഈ പറഞ്ഞ നാസ്തികതയുടെ കാര്യത്തിലാണെങ്കിലും നവനാസ്തികതയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ചവച്ചു തുപ്പി അവരുടെ അതിന്റെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് അവർ തിരിഞ്ഞു നടക്കുമ്പോഴത്തേക്ക് ഇവിടെ അത് എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് അതിന്റെ പ്രോബ്ലംസ് ഇവിടെ റേസ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത ചവച്ചുപ്പിയ സാധനം ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഇതാണ് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതാണ്. അപ്പോൾ ഈ പിന്നെ ജെൻഡർ വിഷയത്തിലാണെങ്കിലും ഇപ്പോൾ യൂറോപ്യൻ നാടുകളിലൊക്കെ PTA മീറ്റിങ്ങുകളിൽ വലിയ പ്രശ്നമാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ അവിടെ ഇത് വളരെ നോർമലൈസ് ചെയ്തിട്ട് കിടക്കുന്നത്. അവിടെ പിന്നെ ഈ ടോയ്ലറ്റുകളിൽ എൻ്റെ ചെറിയ മോള് പോകുന്ന ടോയ്ലറ്റിൽ ഒരാണ് കയറി വരുന്നുണ്ട്, ഇതെനിക്ക് പറ്റൂല, അവിടെ പെനിസ് കാണിച്ച് പേടിപ്പിക്കുന്നുണ്ട്, ഇതെനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് പാരൻസ് വരികയാണ്. അപ്പോൾ ആ പാരൻസ് വരുമ്പോൾ അവിടെയും ഈ നിയമപരമായ കുറെ പ്രശ്നങ്ങൾ, നിങ്ങൾ ഫോബിക്കായ ഒരു കാര്യമാണ് ഉന്നയിക്കുന്നത്, അങ്ങനെ പറഞ്ഞുകൊണ്ട് PTA മീറ്റിങ്ങുകളിലൊക്കെ സ്ഥിരമായി പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വെസ്റ്റേൺ സൊസൈറ്റി അതിന്റെ പ്രശ്നം മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നും അറിയാതെ ഇതിലേക്ക് ചാടുന്നത്. പക്ഷെ ഇത് ഇപ്പോൾ കേവലം ബാത്റൂമിന്റെ ഒരു വിഷയം മാത്രമല്ലല്ലോ. ഇപ്പോ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ വിമൻ സ്പേസ്, അതായത് വിമൻ സ്പേസ് ഈ പറയുന്ന ഈ ആളുകൾ പിന്നെ ഇപ്പം ലിയ തോമസ് ഭയങ്കര പിന്നെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ലിയ തോമസ് പിന്നെ ആണുങ്ങളുടെ ഇടയിൽ കോമ്പീറ്റ് ചെയ്തപ്പോൾ ആയിരുന്ന റാങ്ക് എന്ന് പറയുന്നത്, അതായത് എന്താ പറയുക, നീന്തുന്ന ആളാണ്, അതപ്പം സ്വിമ്മറാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യാണ്, പിന്നെ ആണുങ്ങളുടെ ഇടയിൽ ഇയാൾ നീന്തിയിട്ട് ഇയാൾക്ക് എന്താ 462ാമത്തെ റാങ്കാണ് ഇയാൾക്ക്. എന്നിട്ട് ഇയാൾ പിന്നെ എന്ത് ചെയ്തു, ഈ ഹോർമോൺ കുറേ ആളുടെ സർജറി ഒക്കെ ചെയ്ത് ഇയാളൊരു പിന്നെ സ്ത്രീയായി ഐഡന്റിഫൈ ചെയ്ത് മത്സരിച്ചു, സ്ത്രീകളുടെ ഇനത്തിൽ മത്സരിച്ചു. ഇയാൾ ഫസ്റ്റാ, കുറെ കാലമായിട്ട് ഫസ്റ്റാണ്. അത് മാത്രമല്ല എന്നിട്ട് അതിന്റെ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് അങ്ങനെ വന്ന ഒരു വാർത്ത എന്ന് വെച്ചാൽ ഈ ലിയ തോമസിന് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് കൊടുക്കണം. അപ്പോൾ ഒരാണ് പെണ്ണായി പോയി സ്ത്രീകളുടെ സ്പേസ് ഒക്കെ കീഴടക്കിയതും പോരാ, അയാളെ ഏറ്റവും നല്ല പെണ്ണായിട്ട് കൂടി. അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഇല്ലേ, അത് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കുക. അതായത് ഈ പറയുന്ന പിന്നെ ഫെമിനിസവും അതുപോലെ തന്നെ ഇത് രണ്ടും ഒത്തുപോകില്ല. കാരണം എന്താ വെച്ചാല് ഒരാണ് വന്നിട്ട് പറയണ ഞാൻ സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് സ്ത്രീകളുടെ സ്പേസ് കൂടി ഒരു മീം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനെ പറ്റി. അതെ, ഇവിടുത്തെ സൊസൈറ്റിയിൽ നമ്മൾ ഒരുപാട് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻസ് വെച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ബസ്സിലുള്ള സംവരണം, അല്ലാതെയുള്ള സംവരണങ്ങൾ, ഇപ്പോൾ എഡ്യൂക്കേഷനിലാകട്ടെ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ, സ്ത്രീകളെ സുരക്ഷിതമാക്കുക എന്നുള്ള, അല്ലെങ്കിൽ സ്ത്രീകളുടെ അവസരങ്ങൾ. അപ്പോൾ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള കുറച്ച് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷനുകളാണ്. ഇത് ഒരു ആണ് പെണ്ണാണെന്ന് പറഞ്ഞാൽ അയാളെ പെണ്ണായി കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏത് ആണിനും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. സ്കോളർഷിപ്പ് എന്തും. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല, ഒരിക്കലും ഒരു സൊസൈറ്റിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. രണ്ടാമത് എന്താ വെച്ചാൽ ഇത് സ്ത്രീകൾക്ക് തന്നെ വിരുദ്ധമാണ് ഈ ഒരു LGBT പൊളിറ്റിക്സ്. അതുകൊണ്ടാണ് ഇപ്പം സ്കോട്ട്ലൻഡിൽ കഴിഞ്ഞ 1-2 വർഷം മുമ്പ് നടന്നൊരു സംഭവം എന്താ വെച്ചാൽ അവിടെയുള്ള പിന്നെ ഒരു
ഒരു വ്യക്തി അദ്ദേഹം ബലാത്സംഗം ചെയ്തു, 2 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. 2 സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു. എന്നിട്ട് അദ്ദേഹം കോർട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ഐഡന്റിഫൈ ആസ് എ വുമൺ, ഞാൻ പെണ്ണാണ്. ഒരു 2 ബലാത്സംഗം ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ അവിടുത്തെ നിയമം അനുസരിച്ച് അദ്ദേഹത്തെ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? പെണ്ണായിട്ട് കൺസിഡർ ചെയ്യണം. ബലാത്സംഗം ചെയ്ത ആളെ പെണ്ണായിട്ട് കൺസിഡർ ചെയ്യണം, പെണ്ണുങ്ങളുടെ ജയിലിൽ അടക്കണം. അപ്പോൾ ഇതിനെതിരെ അവിടെയുള്ള ഫെമിനിസ്റ്റുകൾ രംഗത്ത് വരികയാണ്. അപ്പൊ ഇത് സ്ഥിരമായി ഇപ്പൊ ലിയ തോമസിന്റെ വിഷയം, വില്യം തോമസ് എന്ന ലിയ തോമസിന്റെ വിഷയം, അതും അവിടെയുള്ള ഫീമെയിൽ പ്ലെയേഴ്സൊക്കെ അതിനെതിരെ വോയിസ് റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇതിന്റെ ഒരു ശരിയായ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അരാജകത്വം അതല്ല, സ്ത്രീകളുടെ സുരക്ഷയും സ്ത്രീകളുടെ അവസരങ്ങളെയും തകർത്ത് കളയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോവുക. അപ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വെച്ചാൽ ഫെമിനിസ്റ്റുകളാണ് വലിയ LGBT അനുകൂലികൾ. ഇതിന്റെ ശരിക്കുള്ള അവസ്ഥ എത്തട്ടെ, അപ്പൊ മനസ്സിലാവും ഇതിന് എന്താ പറയാ, അതിന്റെ അണ്ടിയോടെടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളി അറിയാന്ന് പറയില്ല. അപ്പൊ ഈ LGBT പൊളിറ്റിക്സിന് ശരിക്കും പുളി അറിഞ്ഞാൽ ഏറ്റവും നമ്മളൊക്കെ എതിർക്കുന്നതിന്റെ എത്രയോ ഇരട്ടി എതിർക്കാൻ പോകുന്നത് ഫെമിനിസ്റ്റുകളാണ്. അതായത് ഈ പറഞ്ഞ ആണുങ്ങൾക്കൊരു ഒരു അഡ്വാൻറ്റേജ് ഇല്ലേ, ബയോളജിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ ശരിക്കും. ഇപ്പം നിങ്ങളൊരു സ്ത്രീ ആകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ, നമ്മളിൽ ആരെങ്കിലും ഒരാൾ സ്ത്രീ ആകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിനനുസരിച്ച് ഹോർമോൺ തെറാപ്പി ചെയ്യാൻ ഓൾറെഡി ഗെയിൻ ചെയ്ത ഇതുണ്ടല്ലോ, ബോണിനുള്ള ബോൺ ഡെൻസിറ്റി, മസിൽ മാസ്, ഇതൊക്കെ ഒരു പരിധി വരെ പോകുള്ളൂ. എന്നാലും ഒരു പരിധി വരെ ഉണ്ടാവും. ഒരു ബയോളജിക്കൽ അഡ്വാൻറ്റേജ് അയാൾക്ക് ഉണ്ട് അപ്പോഴും. വേറൊന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് പെണ്ണ് ആണാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെന്തുകൊണ്ട് ആണുങ്ങളുടെ കൂടെ മത്സരിക്കുന്നില്ല, എവിടെ എത്തുന്നില്ല? അപ്പൊ ഇത് വളരെ ക്ലിയർ ആണ് സംഭവം. അപ്പൊ ആണുങ്ങൾക്ക് സ്ത്രീകളുടെ മേൽ അധികാരം അല്ലെങ്കിൽ അവരുടെ അവസരങ്ങൾ തട്ടിയെടുക്കാനുള്ള അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ അനുകൂലിക്കുന്ന ആളുകൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞേ നവാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്ന സംഗതിയില്ല, ഇത് വളരെ ആസൂത്രിതമായിട്ട് ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതൊരു അരാജകത്വത്തിലേക്കാണ് ഇത് പോകാമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് പിന്നെ നിയോ ലിബറൽ കാഴ്ചപ്പാടുകളെ കൂടുതൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഫണ്ടിങ് അങ്ങനെയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്സ് ഇവിടെ നടക്കണം, അതിന് വിദേശ ഫണ്ടിങ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഫണ്ടുകൾ, ഇതിന് ഫണ്ടിങ് ചെയ്യുന്ന പ്രത്യേക ഏജൻസികൾ അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇതിൽ ഇപ്പോൾ നമുക്കറിയാം, ഏത് ഒരു അജിറ്റേഷനോ അതായത് നമുക്കറിയാം ഇത് സമരങ്ങളോ എന്താണെന്നുണ്ടെങ്കിൽ അതിന് ഫണ്ടിങ് ആവശ്യമാണല്ലോ. അപ്പോൾ വിദേശത്തു നിന്ന് ഇപ്പം പിന്നെ ഈ പറയുന്ന ഇപ്പം നമ്മുടെ കേന്ദ്ര സർക്കാർ ഭയങ്കരമായിട്ട് ഒരു അലാമിങ് ആയിട്ടുള്ള നമ്മുടെ ഇവിടെ നാട്ടിലിറങ്ങിയ, അതായത് 3 കൊല്ലം കൊണ്ട് 55,000 കോടി രൂപയാണ് ഇന്ത്യയിലെ NGOs സ്വീകരിച്ചതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പലതരം NGOs ഉണ്ടാവുമല്ലോ, പലതരം NGOs ഉണ്ട്. പക്ഷെ ഇവരിൽ തന്നെ ഫോക്കസ് ചെയ്ത വേറെ ചില NGOs ഉണ്ട്. അതിൽ ഒന്നാണ് AJWS എന്ന് പറയുന്ന, പിന്നെ അമേരിക്കൻ ജൂയിഷ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AJWS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു NGO ഉണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ പിന്നെ അതായത് ലോകത്ത് തന്നെ LGBT USA ആയാലും അവർ തന്നെ പറയുന്നുണ്ട്, അവർ എവിടെയൊക്കെ ഫണ്ട് ചെയ്യുന്നുണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ നേരത്തെ ബാസിൽ സാഹിബ് പറഞ്ഞ മാതിരി ഇവരുടെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ഇവർ പിന്നെ ചൈൽഡ് മാരേജ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ വിമൻ എംപവർമെന്റ് കൂടെ. ഇപ്പം ഈവൻ പാകിസ്ഥാനിലേക്ക് അമേരിക്ക ഈ അടുത്ത് വലിയൊരു വിവാദമായത് LGBT പൊളിറ്റിക്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി എത്രയോ ഈ പറഞ്ഞ രൂപത്തിൽ വലിയ കോടി അത് സ്വീകരിക്കണം എന്നുള്ളത്. അതേപോലെ ആഫ്രിക്കൻ കൺട്രീസ്, ഉഗാണ്ടയാണെന്നാണ് എൻ്റെ ഓർമ്മ, തെറ്റിയോ എന്നൊക്കെ അറിയില്ല, ഉഗാണ്ട അത് ഉഗാണ്ട ഈ അടുത്താണ് സെയിം സെക്സ് മാരേജ് ബാൻ ചെയ്തത്. അപ്പോൾ അതോട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഉഗാണ്ടക്ക് കൊടുക്കുന്ന ഇത് ഇവർ നിർത്തിവെച്ചിരിക്കുകയാണ്. എയ്ഡുകൾ, ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്സും മറ്റു കാര്യങ്ങളൊക്കെ നിർത്തിവെക്കുകയാണ്. എന്താ കാരണം? ഇത് അംഗീകരിച്ചില്ല, ഞങ്ങൾ പറയുന്ന പൊളിറ്റിക്സ് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തരുന്ന ഫണ്ട് തരില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം UN ആട്ടെ അമേരിക്ക ആട്ടെ അത് തടയുന്ന ഒരു അവസ്ഥ. മാത്രമല്ല ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വളരെ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ മാനവികതയൊക്കെ പൊതിഞ്ഞിട്ടാണ് ഈ സാധനം വരിക. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പിന്നെ യുദ്ധത്തിന് പോയത് തന്നെ അവിടെയുള്ള സ്ത്രീകളെ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ വിമോചിപ്പിക്കാനുള്ള ആ ഒരു ത്വര കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പോയിട്ട് 1000-10,000 കൊന്നൊടുക്കിയത്. അപ്പൊ അത് ഈ പറഞ്ഞതാണ് ഈ കൊളോണിയലിസ്റ്റ് അജണ്ടകൾ എന്ന് പറയുന്നത്. എപ്പോഴും ഇപ്പൊ നമ്മൾ കൊളോണിയലിസത്തെ പണ്ട് നടന്ന കാര്യമായിട്ടല്ല, ഇപ്പോഴും കൊളോണിയലിസം നടക്കുന്നുണ്ട്. അത് സാംസ്കാരികമായിട്ടാണ് കൂടുതൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ
എപ്പോഴും കൊളോണിയലിസ്റ്റുകൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകണം, അവരുടെയുള്ള സ്ത്രീകളെ വിമോചിപ്പിക്കണം, ഇറാഖിലേക്ക് പോകണം, അവിടെ വിമോചിപ്പിക്കണം, അല്ല വിമോചനമാണ്. എന്നിട്ട് വിമോചിപ്പിച്ചിപ്പം സിറിയന്റെയും ഡെമോക്രസി ജനാധിപത്യവും വിമോചനവും മാനവികതയും കൊണ്ടുവരാൻ പോയിട്ട് ഇപ്പോഴത്തെ സിറിയയുടെയും അഫ്ഗാനിസ്ഥാന്റെയും ഇറാഖിന്റെയും ഇറാന്റെ ഇല്ല ബാക്കി കൺട്രീസിന്റെ ഒരു അവസ്ഥ എന്താന്നുള്ളത് നമ്മൾ നോക്കിയാൽ അത് ഒരു ഫണ്ണി ആയിട്ട് പറയാറുണ്ട്. അതായത് ഡെമോക്രസി നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഓയിൽ കണ്ടുപിടിക്കണം. അതിപ്പോ ഒരു പിന്നെ ഏതൊക്കെ രാജ്യത്ത് ഓയിൽ കണ്ടുപിടിച്ചാല് അല്ല ഇതിലിപ്പോ സാധാരണ വെച്ചാൽ ഇവർ ഇത് പറയുന്നത് ഇപ്പം മതത്തിനെയൊക്കെ എതിർക്കാൻ വേണ്ടി ആൾക്കാർ പറയുന്നത് നിങ്ങൾ മതം വലിയ വ്യാപകമായ എന്താ സംഭവിക്കാന്ന് പറയാൻ സിറിയ നോക്കിയാൽ മതി, അഫ്ഗാനിസ്ഥാൻ നോക്കിയാൽ മതി, അവിടെ എന്താ സംഭവിച്ചത്? വന്നിട്ട് ഈ ജനാധിപത്യം ബോംബിട്ടതാണ് സംഭവം. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ജനാധിപത്യവും പിന്നെ ലിബറലിസവും മാനവികതയും കൊണ്ടുവരാൻ വേണ്ടി ഇവരെന്ത് ചെയ്യാണ്, ആ ഒരു പേരിലാണ് ഇവരെല്ലാം ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പം റഷ്യയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും ന്യായീകരിക്കാൻ എന്ന് ആ രൂപത്തിലല്ല പറയുന്നത്. പക്ഷേ റഷ്യ ഇപ്പം ഏറ്റവും വിമതമായി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ഈ പാശ്ചാത്യ ഐഡിയോളജി ആ രൂപത്തിൽ തന്നെ. അലക്സാണ്ടർ ഡൂഗിൻസ് എന്നാണ് അതിൻ്റെ അദ്ദേഹം റഷ്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫിലോസഫറാണ്. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തുറന്ന് സംസാരിക്കുന്ന, ഇപ്പോൾ ട്വിറ്ററിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഹാൻഡിൽ എടുത്ത് പരിശോധിച്ചൊക്കെ കാണാൻ പറ്റും. അത് പറയുന്നത് വെസ്റ്റേൺ സൊസൈറ്റി തകർന്നു കഴിഞ്ഞു. അതിന്റെ കാരണം എന്താണ്? അവർ ഈ പറഞ്ഞ ജെൻഡർ പൊളിറ്റിക്സും ലിബറൽ ഇതും കൊണ്ടുവന്നുകൊണ്ട് ഫാമിലി സിസ്റ്റം തകർത്തു കഴിഞ്ഞു. അത് റഷ്യയിലേക്ക് അടക്കം വരുന്നുണ്ട്. അതിനെ റെസിസ്റ്റ് ചെയ്യണം. ഇപ്പം യുക്രൈനെയോ അല്ലെങ്കിൽ വേറൊന്ന് നാറ്റോനെയോ അല്ല നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അത് ചെയ്യണം. അദ്ദേഹം അതിനെല്ലാം അനുകൂലിക്കുന്ന ഒരാളാണ്. അതിനെയല്ല ഞാൻ അനുകൂലിക്കുന്നതും. പക്ഷേ അതിനൊക്കെ ആ യുദ്ധത്തിനൊക്കെ അപ്പുറത്ത് നമ്മൾ ചെയ്യേണ്ടത് ഫാമിലി സിസ്റ്റം ഇവിടെ നിൽക്കാനുള്ള വെസ്റ്റേൺ ലിബറലിസത്തിനെതിരായ യുദ്ധമാണ് നമ്മൾ ചെയ്യേണ്ടത്, റഷ്യക്കാർ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഫിലോസഫിയൊക്കെ കോയിൻ ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്കൽ തിയറി എന്നോ അങ്ങനത്തെ ആണ് അതിൻ്റെ പേര്. റഷ്യക്കാരൊരു പിന്നെ വീഡിയോ ഇറക്കിയിരുന്നല്ലോ, ഐ വാണ്ട് മൈ സെക്സ് ബാക്ക്. അതിലാണ് ആദ്യമായിട്ട് പിന്നെ വാൾട്ട് മയേഴ്സ് അല്ലേ സെക്സ് ചേഞ്ച് റിഗ്രറ്റിന്റെ അദ്ദേഹം ആദ്യമായിട്ട് അപ്പിയർ ചെയ്തത് ഈ ചാനലിലാണ്, റഷ്യന്റെ RT എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാനൽ ഇപ്പൊ ഇല്ല. അവിടെയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന സംഗതി അവിടെ ബാൻ ചെയ്യാന്ന് പറഞ്ഞു. കാരണം RT ഇപ്പൊ നമുക്ക് ആക്സസിബിൾ അല്ലാന്നല്ലേ ഉള്ളൂ, ഇപ്പൊ അവിടെ ഇല്ലേ? അവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. യൂട്യൂബിലില്ല, യൂട്യൂബിൽ നിന്ന് ബാൻ ചെയ്തു. അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ റഷ്യന്റെ നാരറ്റീവ് വിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലായത് ഇതൊരു ക്യാൻസൽ കൾച്ചറിന്റെ ഭാഗമാണ്. ഇപ്പം നിങ്ങള് അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ബാസിൽ സാർ ആരായിക്കോട്ടെ, അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്യാൻസൽ ചെയ്യും. ഒരു ബോയ്ക്കോട്ടിങ് ഉണ്ടാകുക എല്ലാ സ്പേസിൽ നിന്നും. JK റൗളിംഗ് ഉണ്ടല്ലോ, JK റൗളിംഗ് ഇതുപോലെ JK റൗളിംഗ് നമ്മുടെ ഹാരി പോട്ടർ, JK റൗളിംഗ് ഒരു സ്ത്രീയാണല്ലോ. അവർ ഈ LGBTQ-നെതിരെ സംസാരിച്ചതിന് പിന്നെ അവരെ കുറെ കാലം ഇപ്പോഴും എൻ്റെ അഭിപ്രായത്തില് അല്ല അത് ഉറപ്പല്ല. ഇപ്പൊ നമ്മളത് അപ്ലോഡ് ചെയ്ത് അറിയാൻ പറ്റും 6-ാം നൂറ്റാണ്ട് കമന്റ് എന്തായാലും ഇത് 6-ാം നൂറ്റാണ്ടല്ല. ഈ റിച്ചാർഡ് ഡോക്കിൻസ് നവനാസ്തികതയുടെ 4 കുതിരപ്പലാളികൾ ഒരാളാണ്. അദ്ദേഹം ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എൻഡ് ഓഫ് ജെൻഡർ ഡോക്ടർ ഡെബ്രാസോന്റെ പുസ്തകം ഇറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കുറച്ച് ബയോളജിയുമായി ബന്ധപ്പെട്ടൊരു ആളും കൂടിയാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ, ഇത്ര പറഞ്ഞല്ലോ വാർ അഗൈൻസ്റ്റ് ബയോളജിയാണ്, അപ്പോൾ അതുകൊണ്ട് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ, ഇങ്ങനെ ശാസ്ത്രത്തെ അടിച്ചമർത്തുന്നുണ്ടെങ്കിൽ, ജെൻഡർ പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ അടിച്ചമർത്തുന്നുണ്ടെങ്കിൽ അത് വലിയ വിഷയമാണ്, നമുക്കതിൽ കാര്യമായി ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ട്വീറ്റ് ചെയ്തു. അതായത് ഇതിനെ അക്ഷരാർത്ഥത്തിൽ അനുകൂലിച്ചിട്ടൊന്നുമില്ല, അത്ര പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഹ്യൂമാനിറ്റിക്കുള്ള അവാർഡ് എന്ത് ചെയ്യാണ് റിച്ചാർഡ് ഡോക്കിൻസ്. ഞാൻ പറയുന്നത് ഇത് വെറും മതത്തിന്റെ വിഷയമൊന്നുമല്ല, നവനാസ്തികതയുടെ 4 കുതിരപ്പടയാളികളിൽ ഒരാളുടെ അവാർഡുകൾ തിരിച്ചു വാങ്ങുകയും അദ്ദേഹത്തിന് കൊടുത്തുള്ള പിന്നെ ബഹുമതികളൊക്കെ തിരിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് എവിടെയും അവസാനിക്കുന്ന ഒരു കാര്യമല്ല. ഇതിനെ പറ്റി വേറൊരു കാര്യം പറയാറുണ്ട്. അതായത് ഇത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 100 വർഷം ഇപ്പോൾ ഒരാൾ പറയാറുണ്ട്, ഇപ്പോൾ ഒരാൾ ട്രാൻസിഷൻ ചെയ്ത ഒരാൾ ആണെന്ന് പെണ്ണായ ഒരാൾ, ഇയാളൊരു 100 വർഷം കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഡിഗ് ചെയ്തെടുക്കുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ രണ്ടാൾക്കാർ മരിച്ചു എന്ന് വിചാരിക്കുക, ഒരാണും ഒരു പിന്നെ പെണ്ണിൽ നിന്ന് ആണിലേക്ക് മാറിയ ഒരാളും മരണപ്പെട്ടു, അവരെ കുഴിച്ചിട്ടു. 100 വർഷങ്ങൾക്ക് ശേഷം അയാളെ കുഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിൽ പോലെ ചെയ്തു ഒരു മെയിൽ ബോഡിയും ഒരു ഫീമെയിൽ ബോഡിയും കിട്ടിയത്. എത്ര ട്രാൻസിഷൻ ചെയ്താൽ പോലും
അപ്പോ ഇതിലുള്ള ഒരു സംഗതി എന്താ വെച്ചാല് ഇതുപോലൊരു തിയറി ഉണ്ടായിരുന്നു മനുഷ്യന്റെ ഇടയിൽ വന്ന് പരീക്ഷിച്ച പിന്നെ ഒരു തിയറി ഉണ്ടായിരുന്നു, സയന്റിഫിക് റേസിസം എന്ന് പറയും. യൂജനിക്സ് ഉണ്ടാക്കിയ ആളാരറിയും? നമുക്കറിയാം ചാൾസ് ഡാർവിൻ. നമുക്കറിയാം ചാൾസ് ഡാർവിന്റെ കസിനായിരുന്നു ഫ്രാൻസിസ് ഗാൾട്ടൺ. ഈ ഫ്രാൻസിസ് ഗാൾട്ടനാണ് യൂജനിക്സ് ഉണ്ടാക്കിയത്. അമേരിക്കയിലൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. കാരണം അവർ പറഞ്ഞ അത് കുറച്ചുകൂടെ ഡേഞ്ചറാണ്. എങ്ങനെ അറിയോ? നമ്മൾ സമൂഹത്തിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, വൈകല്യങ്ങളുള്ള ആൾക്കാരുണ്ട്. ഇവരെ സ്റ്റെറിലൈസ് ചെയ്യുക, ഒഴിവാക്കുക. ഇവർ സമൂഹത്തിന് എന്തില്ല, ഒരു ഗുണമൊന്നുമില്ല. ഇവരെ ആർമിക്ക് എടുക്കാൻ പറ്റില്ല. ഇവരെ ഒരു ബേർഡൻ ആണല്ലോ. എന്നിട്ട് ആൾക്കാരെ സെലക്റ്റീവ് ചെയ്ത് ബ്രീഡ് ചെയ്യുക. അതിനെ പറഞ്ഞ തന്നെ സയന്റിഫിക് റേസിസം എന്നാണ്. അതായത് അവർ പറയുന്നത് ഇത്രേ ഉള്ളൂ, നമുക്ക് മനുഷ്യകുലം നല്ല രൂപത്തിലേക്ക് മുന്നോട്ട് പോകണം. നല്ല മനുഷ്യന്മാരാണ് ഇനി ഉണ്ടാകുന്നത്. നല്ല മനുഷ്യന്മാരുണ്ടാവണം എന്ത് ചെയ്യണം? നല്ല ആളുകൾ ബ്രീഡ് ചെയ്യണം. നല്ല ആളുകൾ പരസ്പരം ബന്ധപ്പെട്ടിട്ട് വേണം കുട്ടികൾ ഉണ്ടാവാൻ. അപ്പോൾ ഈ മോശം ആളുകൾ, ഇവരുടെ കണ്ണിൽ വൈകല്യമുള്ള ആളുകൾ, അതുപോലെ തന്നെ അവരുടെ കണ്ണിൽ ബ്ലാക്കുകൾ, കറുത്ത വർഗ്ഗക്കാര് അവർ പറയും ബ്രെയിൻ റീട്ടാർഡർ ആയ ആളുകൾ എന്നുള്ളതാണ് അവർ പറയാം. അപ്പോൾ അതുപോലെ തന്നെ മങ്കിയിൽ നിന്ന് ഇങ്ങോട്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവര് ബ്രീഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? വംശം ഇങ്ങനെ പതിയെ ഇങ്ങനെ മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്യുക? സ്റ്റെറിലൈസ് ചെയ്ത് അവരുടെ റീപ്രൊഡക്ഷൻ തടയുക. എന്നിട്ട് എന്ത് ചെയ്യുക? നല്ല ആളുകൾ, ഇവരുടെ നല്ല വെളുത്ത, പക്ഷെ ആ ഫാമിലി ഉണ്ടാക്കിയാലൊന്ന് പിന്നെ അതായത് ആ ബ്രീഡ് ചെയ്തല്ലോ, അതില് ചാൾസ് ഡാർവിന്റെ ഫാമിലി ആയിരുന്നു ഒരു മുന്നേ വെച്ച്. അതായത് ഭയങ്കര നോളജ് ഉള്ള ഫാമിലി. അപ്പൊ ഒരു പരീക്ഷണം നടന്നിരുന്നു അതിന്റെ പേര്. അല്ല, ഇത് പിന്നെ അമേരിക്കയിൽ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഏകദേശം എത്രയോ എണ്ണം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ബ്ലാക്സിനെ സ്റ്റെറിലൈസ് ചെയ്തു. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്നത് ഈ പേപ്പട്ടികളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നതാണ് നമ്മൾ. അന്നത്തെ ബേസിൽ അത് സയന്റിഫിക്കലി എന്താണ് അപ്പിയർ ചെയ്തു അങ്ങനെയായിട്ട്. ഇത് സയന്റിഫിക് ആയിട്ട് തന്നെയാണ് നമ്മളെ ഗവൺമെന്റ് ചെയ്യണെന്നുള്ളത്. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് USA അല്ല, ജർമ്മനിയിലാണ്. അതിന്റെ ഒരു പേര് തന്നെ ഉണ്ട്, നാസി യൂജനിക്സ്. അവരുടെ ഈ നമീബിയയിലൊക്കെ പോയി കൊന്നതിന് കാരണം പിന്നെ ഒക്കെ ഹിറ്റ്ലർ പറയുന്നത് എന്താണ്? ആര്യൻ റേസ്. ഈ ആര്യൻ റേസ് തിയറി പിന്നെ മൂപ്പര് പറയുന്നുണ്ടല്ലോ ഇന്ത്യൻ റേസാണ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിന് വേറെ പോലെ ഇല്ലായ്മ ചെയ്യാനും ഈ റേഷ്യൽ പ്യൂരിറ്റി ഉണ്ടാക്കാനും ഈ പറഞ്ഞ നാസി യൂജനിക്സ് പുറമൊക്കെ കാണുമ്പോൾ കംപ്ലീറ്റ്ലി സയന്റിഫിക്. പക്ഷെ ഇന്ന് ഒരാളോട് ചോദിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാസി യൂജനിക്സ് നല്ലതായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് മോറലി കറക്റ്റ് അല്ല, സയന്റിഫിക്കലി കറക്റ്റ് അല്ല, അതൊരു സ്യൂഡോ സയൻസ് ആണ്. അതുപോലെ ആയിരിക്കും ഭാവിയിൽ ഈ പറയുന്ന റെയിൻബോ പിന്നെ ഐഡിയോളജിന്റെ അവസ്ഥ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ ഇത് തന്നെ ഒരു പർപ്പസ് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ സയൻസിനെ സമീപിച്ചാൽ അതിനനുസരിച്ചുള്ള നമുക്ക് കിട്ടും. അതാണ് ഇവിടെ ഈ വിഷയത്തിൽ നടന്നുകൊണ്ട് ഇതിന്റെ റിസർച്ചിലും നമ്മൾ ആദ്യം തന്നെ ഒരു പർപ്പസ്, ഈ മനസ്സിന് വിരുദ്ധമായ ശരീരത്തിന് വിരുദ്ധമായ മനസ്സുണ്ടെങ്കിൽ ആ മനസ്സാണ് ഐഡന്റിറ്റി എന്ന് തീരുമാനിക്കുകയും അതിനനുസരിച്ചേ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ തിരിച്ചുള്ള ഒരു വരവില്ല എന്നൊക്കെ തീരുമാനിച്ച് അതിനനുസരിച്ച് മാത്രം പഠിക്കുകയും അതിന് വിരുദ്ധമായ പഠനങ്ങൾ തടയുകയും ചെയ്താൽ സ്വാഭാവികമായി അങ്ങനെ പോകും. പക്ഷെ ആ ഒരു റിയലൈസേഷൻ ആവുമ്പോഴേക്കും യൂജനിക്സ് ഒക്കെ സംഭവിച്ച അതേ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടോ? അല്ല, അതായത് ഈ സെക്സിൽ വരുന്ന പ്രശ്നങ്ങളാണല്ലോ ഏറ്റവും വലിയ അരാജകത്വത്തിലേക്ക് പോവാം. സമൂഹത്തിൽ ഏറ്റവും വലിയ അരാജകത്വത്തിലേക്ക് പോകാതാണല്ലോ. കാരണം ഒരു റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സംഗതിയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പം നമ്മൾ ഈ ഒരു ചർച്ചയിൽ ഇതിൻ്റെ ഒരു ഭാവി കൂടെ ഇപ്പോൾ അതാണ് അവസാനം പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഒരു ഭാവിയുടെ ഒരു ഭീകരത എത്രത്തോളാണെന്നുള്ളതാണ് ബാസിൽ സാർ ഒരു കാഴ്ചപ്പാട്. അതായത് ഇപ്പം യുവാക്കൾക്കിടയിൽ അവരൊരു അരാജകത്വത്തിന് പോയി എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ അത് ഇപ്പം ഒരുമിച്ചുള്ള ജീവിതങ്ങൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണല്ലോ, ഒരുമിച്ചുള്ള ജീവിതം. അത് അപ്പം അവിടെ ഐഡൻറ്റിറ്റിക്ക് ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിലേക്ക് മാറുകയാണ്. ഇപ്പം അതിൽ ഐഡൻറ്റിറ്റി തന്നെ ഇല്ല, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഇനിയൊരു ഭാവി എന്തായിരിക്കും നമ്മുടെ ഒരു 15-30 വർഷം? ഞാൻ സാധാരണ പറയാറുള്ളത്, ഭാവി അറിയാൻ വീണ്ടും ജോത്സ്യനാവേണ്ട കാര്യമില്ല, യൂറോപ്പിലേക്ക് നോക്കിയാൽ മതി എന്നുള്ളതാണ്. കാരണം ഇത് നമുക്ക് വളരെ സിമ്പിൾ, നമുക്ക് കുറച്ച് എളുപ്പമാണ്. ഈ കേരളത്തിൽ നിന്നുകൊണ്ട് നമുക്കിതിനെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇതൊക്കെ പുതിയതല്ല, ഈ സാധനമൊന്നും പുതിയതല്ല. ഇതെല്ലാം
പിന്നെ വർഷങ്ങൾക്ക് മുമ്പേ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ യൂറോപ്പിൽ പരീക്ഷിച്ച സാധനമാണ്. അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിക്കാൻ നോക്കിയാൽ മാത്രമേ. അപ്പോൾ ഇതിൽ ഒരുപാട് ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞുകൊണ്ട് മാരേജ് വേണ്ട, മാരേജ് എന്ന് പറഞ്ഞ സംഭവം തന്നെ മോശമാണ്, അത് സ്ത്രീയെ അടിച്ചമർത്താനുള്ളതാണ്, അത് സ്ത്രീയെ പിന്നെ വല്ലാതെ പിന്നെ കൂട്ടിലടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. അത് ഇപ്പം മലയാള സിനിമകളിലൊക്കെ മെയിൻ പ്രമേയം അതാണ്. കുടുംബത്തിൽ അനുഭവിക്കുന്ന ഉണ്ട്, സ്ത്രീകൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അതിനെ ജനറലൈസ് ചെയ്ത് അവതരിപ്പിക്കണം. അപ്പോൾ അതിന്റെ പരിഹാരം എന്താ? നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ജീവിക്കാം, ലിവിങ് ടുഗദർ, കോഹാബിറ്റേഷൻ. ഇത് ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് യൂറോപ്പിൽ വന്നത് 1970-കളിലാണ്. 70-കളിൽ വന്ന് അവിടെ എന്ത് സംഭവിച്ചു? റിസൾട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ടെസ്റ്റ് അവിടെ ചെയ്ത് കഴിഞ്ഞു, റിസൾട്ടും വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ റിസൾട്ട് എന്താണെന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഒരുപാട് തരത്തിലുള്ള റിസൾട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, നമ്മൾ സാധാരണ വിവാഹത്തിന് പ്രശ്നമായിട്ട് പറയല് ഫിസിക്കൽ അബ്യൂസാണ്, ഗാർഹിക പീഡനം. നമുക്ക് പഠനങ്ങൾ ഈ ലിവിങ് ടുഗദർ കപ്പിൾസിലും അല്ലാതെ വിവാഹിതരായ കപ്പിൾസിലും നടത്തിയ പഠനങ്ങൾ കാണാൻ പറ്റുന്നത് ലിവിങ് ടുഗദറിലുള്ള കപ്പിൾസിന് എത്രയോ ഇരട്ടിയാണ് ഫിസിക്കൽ അബ്യൂസ്, ആണ് പെണ്ണിനെ മർദ്ദിക്കുന്നത്. അതിന്റെ കാരണം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൊസൈറ്റിയുടെ പ്രൊട്ടക്ഷനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. അവിടെ അബ്യൂസീവ് ആണ് പുരുഷനെങ്കിലും അബ്യൂസ് ചെയ്യാൻ കുറെ റെസ്ട്രിക്ഷൻസ്. നാളെ പെണ്ണിന്റെ ഉപ്പയും ആങ്ങളെയും വരും, അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ അത് ഉള്ളത് കൊണ്ട് തന്നെ ആ അബ്യൂസ് കുറവാണ്. പക്ഷെ മറ്റടുത്ത് 2 ഇൻഡിവിജ്വലുകളേ ഉള്ളൂ, ചോദിക്കാനും പറയാൻ ആരുമില്ല, അവിടെ പുരുഷൻ അബ്യൂസീവ് ആകുന്നു. ഇത് ഒരു കാര്യം. പിന്നെ ഇവരുടെ വെൽബീങ്, മെന്റൽ വെൽബീങ്, അതിനെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. വിവാഹിതരായവരാണ് എത്രയോ ഇരട്ടി ഹാപ്പിയർ. ഇനി കുട്ടികൾ, ഇതിലൂടെ കുട്ടികൾ ഉണ്ടാവുമല്ലോ, കുട്ടികളുടെ അവസ്ഥ എന്താണ്? ഈ ഇങ്ങനെയുള്ള ലിവിങ് ടുഗദർ കപ്പിൾസിന് ജനിക്കുന്ന കുട്ടികൾ, അവരെ ആങ്സൈറ്റി, ഡിപ്രഷൻ, പലതരത്തിലുള്ള ആന്റി സോഷ്യൽ ബിഹേവിയേഴ്സ്, ഇതൊക്കെ പോകുന്നു. കാരണം പാരന്റിങ്ങിന്റെ പ്രശ്നമാണ്. മറ്റടുത്ത് അതിന് വളരെ താരതമ്യേന കുറവാണ്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ സിംഗിൾ മദേഴ്സ്. ഇത് ഈ പറഞ്ഞ സാധനം ഒരു ടെമ്പററി സെറ്റപ്പ് ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ അതിട്ട് പിരിഞ്ഞു പോകും. അത് ആണിനാണ് ഈ പരിപാടിയിൽ സുഖം. അതായത് ഇപ്പോ ഇന്റർകോഴ്സ് നടത്തുന്നു, പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഉള്ള സംഗതിയാണ്. ഈ പിന്നെ ഫെമിനിസ്റ്റുകളാണ് ഇതിനു വേണ്ടി വാദിക്കാം. അതേ സമയത്ത് ഇതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഈ പറഞ്ഞ ഏത് ഇതായാലും ഇതിന്റെ മേൽക്കോയ്മ ഉണ്ടാക്കുന്നത് ആരാണ്? ഇതിലൊക്കെ ലാഭം കൊയ്യുന്നത് പുരുഷനാന്നുള്ള കാര്യം. അതല്ല, യഥാർത്ഥത്തിൽ ഇതൊരു പിന്നെ സ്ത്രീപക്ഷവാദികൾ വാദിക്കേണ്ടത് നേരത്തെ പറഞ്ഞ മാതിരി ഈ പൊളിറ്റിക്സിന് വേണ്ടി അല്ല യഥാർത്ഥത്തിൽ വാദിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ ഈ ലിവിങ് ടുഗദറിന്റെ കേസ് ഇങ്ങനെ എടുത്താൽ ഇത് ഇനി ജെൻഡർ പൊളിറ്റിക്സിന്റെ കേസ് നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ റിസൾട്ട് വന്നു തുടങ്ങി, അല്ലെങ്കിൽ അത് നമുക്ക് വായിക്കാൻ കിട്ടും. അതേപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ഏത് വിഷയങ്ങളാണെങ്കിലും, ഗേ മൂവ്മെന്റുകളാണെങ്കിലും ട്രാൻസ്ജെൻഡറിസ് ആണെങ്കിലും, ഇങ്ങനെയുള്ള എല്ലാത്തിന്റെയും റിസൾട്ടുകൾ ഓൾറെഡി നമുക്ക് ഉണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെയാണ് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നതിന്റെ അവസ്ഥ. നമുക്ക് ഇപ്പൊ തന്നെ പരിശോധിച്ച് നോക്കാം. വെസ്റ്റിൽ ഓൾറെഡി തന്നെ കരിക്കുലത്തിൽ ഇതിന്റെ നേരത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവര് ഒരു പ്രൈമറി സ്കൂളിൽ തന്നെ കുട്ടിനെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ, ഒരുപാട് നക്ഷത്രങ്ങളില്ല, അതുപോലെയാണ് ജെൻഡറുകൾ, അത്രയും ജെൻഡറുകൾ ഉണ്ട്, നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെയാണ് പറയുക. അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് അവസാനം എന്താ ഉണ്ടായത്? നമുക്ക് കണക്കുകൾ കാണാൻ സാധിക്കും. 1980-കൾക്ക് ശേഷം ഈ പറഞ്ഞ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന ഐഡന്റിറ്റിയുടെ പുറത്തേക്ക് പോവാണ് കുട്ടികൾ. നോൺ ബൈനറി ആയി, നോൺ കൺഫേമിംഗ് ആയിട്ട് മാറുകയാണ്. ജെൻഡർ ഫ്ലൂയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ് ഞാൻ മീഡിയ വൺ ചർച്ചയിൽ പറഞ്ഞ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ടാകുന്നു. അതിന്റെ അർത്ഥം ലിംഗം നോക്കിയാൽ പോരെന്നല്ല, അവരുടെ ലിംഗമൊക്കെ ഉണ്ടാവും, ആണിന്റെ ലിംഗം ഉണ്ടാവും, പക്ഷെ അവർക്ക് ആണാണോ പെണ്ണാണോ കൺഫ്യൂഷൻ, ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവുന്നു. ഇത് യൂറോപ്പിൽ ഏതുവരെ ചോദിച്ചാൽ അവസാനം ഞാൻ വായിച്ച റിപ്പോർട്ട് ശരിയാണെങ്കിൽ ജെൻസിയിൽ 2000-ന് ശേഷം ജനിച്ച കുട്ടികൾ, അവരിൽ 6 കുട്ടിക്ക് ജെൻഡർ നോൺ കൺഫോമിറ്റി ഉണ്ട്. അത് ഇവരുടെ ഈ പറഞ്ഞ ഈ പിന്നെ അഫേമിംഗ് സാധനം ഉള്ളതുകൊണ്ടായിരിക്കും. ഉറപ്പല്ലേ. അപ്പോൾ ഇത് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നു. പിന്നെ ആർക്കെങ്കിലും കൺഫ്യൂഷൻ തോന്നിയാൽ നേരെ അഫേം ചെയ്യും, ഇത് വിടുകയും ചെയ്യുന്നു. അപ്പോൾ 6 കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആലോചിക്കണ്ടാവും. നമ്മുടെ വീട്ടിൽ 6 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഒരു കുട്ടി ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ. അതിനെ പറ്റി ഇത് പറയാനുണ്ട്. ഒരു ചെറിയ കുട്ടിക്ക് ഇപ്പൊ സാന്റ റിയൽ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ അത് റിയൽ ആണെന്ന് അഫേം ചെയ്ത് കൊടുക്കല്ലോ വേണ്ടത്. അപ്പോൾ ഇത് അതിന് പ്രശ്നം ഇതാണ്. ഇത് ഭയങ്കര ഐഡിയോളജിക്കൽ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് ഇത് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഏത് വിഷയം എടുത്ത് നോക്കിയാലും നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ യൂറോപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ആ റിസൾട്ട് ജസ്റ്റ് ഒന്ന് വായിക്കാൻ മാത്രം തയ്യാറാവാൻ മതി എന്നുള്ളതാണ്. അതിന് റിസർച്ച് വായിക്കണമെന്നില്ല എന്റെ അഭിപ്രായത്തിൽ. ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഇപ്പം എന്താ പറയാ ഓപ്പൺ സോഴ്സ് ആണ്. എന്റെ അഭിപ്രായത്തിൽ വീഡിയോസ് തന്നെ ഒരുപാടുണ്ട്. ജസ്റ്റ് ഒന്ന് സംഭവിക്കുന്നത് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. അത്രയും ക്ലിയർ ആണ് സാധനം. എന്നിട്ടും അതിലേക്ക് പോകാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നിട്ടും അതിനെക്കുറിച്ച് പഠിക്കാതെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൊസൈറ്റിയുടെ നാശത്തിന് ഒരു വഴി സ്വയം വഞ്ചിക്കുന്നതിന്.
ഇപ്പോൾ നമ്മൾ പിന്നെ ഇതൊരു എൻഡ് എന്നുള്ള രീതിയിലാണ്. ഇതിപ്പം നമ്മൾ വിചാരിക്കുന്നത് കേവലം ലിബറലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മൈൻഡിൽ മാത്രം കയറി എന്നാണ്. ശരിക്കും അങ്ങനല്ല. യൂറോപ്പിൽ ഇരിക്കുന്ന പോപ്പിന് വരെ പറയേണ്ടി വരികയാണ് എന്ത്, ഈ പറഞ്ഞ സംഗതികൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഒരു റിലീജിയൻ ആയാൽ പോലും അതിൻ്റെ ഉള്ളിലേക്ക് സ്നീക്ക് ചെയ്ത് ഈ ഐഡിയോളജി അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ലിബറലിസം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ലിബറലിസം ഇസ് ദ റിലീജിയൻ ഓഫ് 21st century എന്ന് പറയാം. അതൊരു മതമാണ് ശരിക്കും പറഞ്ഞാൽ. അത് ബാക്കിയെല്ലാത്തിനെയും വിഴുങ്ങിക്കഴിഞ്ഞു. ഇപ്പം നമ്മൾ പറയും മാർക്സിസത്തെ കുറിച്ച് നമ്മൾ പറയും. മാർക്സിസം എന്ന് പറഞ്ഞാൽ ലിബറലിസത്തിന് നേരെ ഓപ്പോസിറ്റ് സ്പെക്ട്രത്തിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഈ ഇൻഡിവിജ്വൽ ഇതിന് പിന്നെ സ്വകാര്യ സ്വത്താണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ലിബറലിസത്തിന് നേരെ ഓപ്പോസിറ്റ് സ്പെക്ട്രത്തിൽ നിൽക്കുന്ന സാധനമാണ് മാർക്സിസം. ലിബറലിസം എന്ന് പറയുന്നത് പിന്നെ ക്യാപിറ്റലിസത്തിന്റെ ഒരു പ്രൊഡക്റ്റ് അല്ലേ? അതെ, അതാണ് പറയുന്നത്. മാർക്സിസം ഇപ്പം വെൽത്തിലാണെങ്കിലും എക്കണോമിക്കലാണെങ്കിലും ഒക്കെ നോക്കുകയാണെങ്കിലും മാർക്സിസത്തിന്റെ നേരെ എതിരാണല്ലോ. സാമ്പത്തികമായിട്ടുള്ള സമത്വം, സാമൂഹിക സമത്വം, അവസര സമത്വം എല്ലാം കൂടെയാണ് പറയുന്നത്. അല്ല, അവിടെ ഇൻഡിവിജ്വാലിറ്റിക്ക് എന്തില്ല, പ്രസക്തി ഇല്ല, സ്റ്റേറ്റ് ആണ് അവിടെ. അപ്പൊ യഥാർത്ഥത്തിൽ നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ലിബറലിസം എന്ന് പറയുന്നത്. ഒന്നും വേണ്ട, ഈ സാമ്രാജ്യത്വം, നവലിബറൽ നയങ്ങൾ, ഇതൊക്കെ നമ്മളിവിടുന്ന് കേട്ട് മാർക്സിസ്റ്റ് ചിന്തകരിൽ പ്രതിരോധിക്കാനും പോരാടാനുള്ള ഊർജ്ജം. കേരളത്തിലെ തെരുവുകൾ മൊത്തം സാമ്രാജ്യത്തിനെതിരെയും ലിബറൽ നയങ്ങൾക്കെതിരെയും ഒച്ചവെച്ചത് ഇവരാണ്. പക്ഷെ ഇപ്പൊ ക്യാമ്പസിൽ എന്താ നടക്കുന്നത്? ഈ മാർക്സിസ്റ്റ് സംഘടനയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇതേ ലിബറലിസത്തെ പുലിക്കൊണ്ട ഇത് തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. ബാക്കി എല്ലാ മതങ്ങളെയും എല്ലാ ആശയങ്ങളെയും ഇത് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ പോപ്പ് പറയുമ്പോൾ അവിടെ പോപ്പ് ഒരു ക്രിസ്ത്യൻ ആയിക്കൊണ്ട് അത് പറയാൻ പറ്റില്ല. ബൈബിളിൽ എന്താ ഉള്ളതെന്ന് വളരെ വ്യക്തമാണ്. പോപ്പിന് ലിബറൽ ആശയം വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ലിബറലിസം ആ ഒരു ആശയത്തെ അടക്കം വിഴുങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് തന്നെയാണ് ഇപ്പോൾ യൂറോപ്പിലെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ എന്താ പറയുക, ഒരു കുറച്ച് ഒരു കോർ വാല്യൂസ് മാത്രം വെക്കുക, ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക. കൺസെപ്റ്റ് ഓഫ് ഗോഡ് എന്നുള്ള സംഗതി കംപ്ലീറ്റ്ലി, ഐ മീൻ ഒരു ഗോഡ്ലെസ് സൊസൈറ്റി, റിലീജിയൻ ഇല്ലാത്ത സൊസൈറ്റി പൂർണ്ണമായിട്ട് യൂറോപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്. അല്ല, അതിൻ്റെ പിന്നെ പ്രത്യാഘാതങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതന്നെയാണ് കഥ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ലിബറലിസം ബാക്കി എല്ലാത്തിനെയും വിഴുങ്ങിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. പക്ഷെ അതിൻ്റെ നേരെ തിരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും അവിടുത്തെ സൊസൈറ്റിയിൽ അതാണ് ഗ്രൗണ്ട് റിയാലിറ്റിയായി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അല്ല, ആ ഒരു സംഗതിയിലേക്ക് തന്നെയാണ് ലോകം പിന്നെ ഇവിടെയും ഇനി അത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഇപ്പോൾ ചർച്ചയും കാര്യമൊക്കെ. പക്ഷേ ഇവിടെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് ഫെയിൽ ആയ ഒരു സിസ്റ്റമാണ് വീണ്ടും അഡോപ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കണെന്നുള്ള എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ഭയങ്കര ട്രെൻഡിങ്. ഈ മോട്ടിവേഷനൊക്കെ 10 കൊല്ലം മുമ്പ് യൂറോപ്പിൽ ഒഴിവാക്കിയ സംഗതിയാണ്. നമ്മൾ ചാടിയിട്ട് ഐ ക്യാൻ എന്നൊക്കെ പറഞ്ഞ സംഗതികൾ, അതല്ല യഥാർത്ഥ മോട്ടിവേഷൻ. ഇപ്പം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു തലത്തിലേക്ക് മാറാം. അപ്പോൾ ഏതായാലും നമ്മളെ പിന്നെ സമയപരിമിതി കൊണ്ട് നമ്മുടെ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ പിന്നെ ഇനി മറ്റൊരു ദിവസം ഈ ഇതുമായി ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമ്മുടെ പിന്നെ മിക്സ് ടോക്കിൽ നമുക്ക് വീണ്ടും ഒത്തുചേരാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു. Mixed Talk.